ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 1:48 വരെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ വീടുകളിലും മറ്റു 10ഇടങ്ങളിലുമായി നടന്ന റെയ്ഡുകൾ, തുടർന്നുള്ള പ്രതിഷേധങ്ങൾ, ED ഉദ്യോഗസ്ഥർക്ക് നേർക്കുള്ള CPM പ്രവർത്തകരുടെ ആക്രമണം, സംഭവബഹുലമായ ഒരു ദിനം രാഷ്ട്രീയ കേരളത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? CMRL എക്സാലോജിക് ഇടപാടിൽ പിണറായി വിജയന്റെ മകൾക്കെതിരെ ഉയർന്ന ആരോപണം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഉയർത്തിയതാണോ? ഇൻകം ടാക്സ് പരിശോധനയിൽ തെളിഞ്ഞ കാര്യങ്ങളിൽ പിന്നീട് ഉയർന്ന അന്വേഷണത്തെ രാഷ്ട്രീയ ഗൂഢാലോചനയായി മാത്രം വിലയിരുത്താം. രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ കേന്ദ്ര ഏജൻസികളെ വിട്ട് പിടികൂടുന്ന മോദി തന്ത്രം ഇന്നത്തെ റെയ്ഡിലും സംശയിക്കാം. പക്ഷേ അതിലപ്പുറം ഉയർന്ന സാമ്പത്തിക ആരോപണങ്ങളിൽ പിണറായി വിജയന്റെ മകൾ നൽകേണ്ട മറുപടി എന്തിനാണ് പാർട്ടി നൽകുന്നത്? ബിനീഷ് കോടിയേരിക്കെതിരെ കേന്ദ്ര ഏജൻസി വന്നപ്പോൾ അവർക്ക് വരാൻ കാരണങ്ങളുണ്ടാകാം എന്ന് പറഞ്ഞ പിണറായി വിജയൻ സ്വന്തം കാര്യത്തിൽ പാർട്ടി സെരിയെ പ്രതിരോധത്തിനായി ഉപയോഗിക്കുകയാണോ? പരാജയത്തിനൊടുവിൽ മൗനത്തിലാണ്ട പിണറായി വിജയന് മുഷ്ടി ചുരുട്ടി സുരക്ഷിതരായി ജനത്തിലേക്കിറങ്ങാനുള്ള പാതയൊരുക്കിയോ ED? കേന്ദ്ര ഏജൻസികളുടെ വരവിൽ CPIMന് വിമർശനം കേന്ദ്രം ഭരിക്കുന്ന മോദിയോടോ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോടോ? വീണ തൈക്കണ്ടിയുടെ സ്ഥിരം നിക്ഷേപരേഖകൾ കിട്ടാനായിരുന്നോ 8 മണിക്കൂറിലെ ED റെയ്ഡ്? EDയുടെ തുടക്കമോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPIMൽ നിന്നും ശ്രീ MB രാജേഷ്, കോൺഗ്രസിൽ നിന്നും ശ്രീമതി ദീപ്തി വേരി വർഗീസ്, അഡ്വക്കേറ്റ് ഷോൺ ജോർജാണ് BJPയിൽ നിന്നും, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ നിയമവിദഗ്ധൻ. ഇത്രയും പേരാണ് ചർച്ചയിലുള്ളത്. അത് ഞാൻ CPM പ്രതിനിധിയിലേക്കാണ് പോകുന്നത്. ശ്രീ MB രാജേഷ്, ഇത്ര മണിക്കൂറായി നീണ്ടു നിൽക്കുന്ന സംഭവബഹുലമായ ഒരു പകൽ അവസാനിച്ചിരിക്കുന്നു. ഇപ്പോഴും അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സാഹചര്യമാണ്. മുൻ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ മകൾക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ അതിന്മേലൊരു കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തുമ്പോൾ കേരളത്തിൽ ആ പ്രതിപക്ഷ പാർട്ടി തന്നെ തെരുവിലിറങ്ങേണ്ട സാഹചര്യമാണോ ഉള്ളത്? അതോ അങ്ങനെ ഒരു ഏജൻസി വന്ന് അന്വേഷണം നടത്തി പോകട്ടെ എന്ന രൂപത്തിൽ തീരുമാനിക്കാമായിരുന്നു? രണ്ട് തരത്തിലുള്ള സംശയങ്ങളുണ്ട്. അതിലെന്താണ് CPIMന്റെ നിലപാട്? ED 2014 ശേഷം പ്രത്യേകിച്ചും എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ വേട്ടയ്ക്കുള്ള ഉപകരണമായി മാറിയത് എന്ന് ഇന്ന് നമ്മുടെ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. അപ്പോൾ വളരെ നിഷ്കളങ്കമായി ED വന്ന് ഒന്ന് അന്വേഷിച്ച് പോയിക്കോട്ടെ എന്ന് സാധാരണഗതിയിൽ ഒരാളും ഇന്ന് കേരളത്തിൽ ചിന്തിക്കുന്നില്ല. EDക്കെതിരായിട്ടുള്ള പ്രതിഷേധം രാജ്യവ്യാപകമായിട്ട് തന്നെ ഉയരുന്നുണ്ട്. സുപ്രീം കോടതി തന്നെ എത്രയോ കേസുകളിൽ EDയെ നിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്, എത്രയോ കേസുകളിൽ. അപ്പോൾ പ്രതിഷേധം ഉയരുക സ്വാഭാവികമാണ്. ഇവിടെ ഒരു കള്ളക്കേസിൽ ഉൾപ്പെടുത്തി നിയമപരമായി ഒരു സാങ്കത്യവുമില്ലാത്ത എല്ലാ നടപടിക്രമങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു കള്ളക്കേസിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഒരാളെ വേട്ടയാടാൻ വേണ്ടി ED വരുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രതിഷേധം ഉണ്ടാവും. അവസാനം ഈ റെയ്ഡ് നാടകം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായല്ലോ. തലക്കെട്ടുകൾക്ക് വേണ്ടി, പ്രൈം ടൈം ചർച്ചകൾക്ക് ഒരു വിഷയമിട്ട് കൊടുക്കാൻ വേണ്ടി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തിയതാണ് എന്ന് ഈ റെയ്ഡ് നാടകം അവസാനിച്ചപ്പോൾ കഴിഞ്ഞില്ലേ? അവസാനം ഒന്നും കിട്ടിയില്ല എന്ന് എഴുതി കൊടുത്ത് ബാങ്കിൻ സ്ഥിര നിക്ഷേപത്തിൻ്റെ രേഖയും എടുത്തുകൊണ്ട് പോകേണ്ട ഒരു ഗതികേട് EDക്കുണ്ടാവുമ്പോൾ അവർക്കറിയാം ഇതിനകത്ത് മറ്റൊന്നുമില്ല. പക്ഷേ റെയ്ഡ് നടത്തിയാൽ മാത്രമല്ലേ അത് വാർത്തയാവൂ? അങ്ങനെയല്ലേ പിണറായി വിജയനെയും അതുവഴി CPIMനെയും അവഹേളിക്കാനും അപമാനിക്കാനും കഴിയൂ? അതിനുള്ള ശ്രമമാണ് ED നടത്തിയത്. സ്വാഭാവികമാണ് പ്രതിഷേധം വരും. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ കോൺഗ്രസ്സുകാർ പ്രതിഷേധിച്ചല്ലോ, ഉണ്ടായില്ലേ? അപ്പോൾ ആ പ്രതിഷേധം ശരിയും ഈ പ്രതിഷേധം തെറ്റുമാവുന്നത് എങ്ങനെയാണ്? ശ്രീ MB രാജേഷ്, പ്രതിഷേധങ്ങളാകാം, അങ്ങ് പറയുന്ന സ്വാഭാവിക പ്രതിഷേധവും എനിക്ക് മനസ്സിലാകും. പക്ഷേ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന രീതിയിലേക്ക്, വാഹനങ്ങൾ തല്ലിത്തകർക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രതിഷേധം അത് എത്രത്തോളം ആശ്വാസ്യമാണ്? രണ്ടാമത്തെ കാര്യം, പിണറായി വിജയനെ അല്ല ചോദ്യം ചെയ്തിരിക്കുന്നത്, പിണറായി വിജയനിൽ നിന്നല്ല മൊഴിയെടുത്തിരിക്കുന്നത്, പിണറായി വിജയന്റെ മകളുടെ കേസാണ് അല്ലേ? അപ്പോൾ മകളുടെ കേസ് മകൾ നേരിടട്ടെ എന്നതാണ് ഒരു രാഷ്ട്രീയ നേതാവ് എടുക്കേണ്ട നിലപാട്. അത് കോടിയേരി ബാലകൃഷ്ണൻ മുൻപ് കാണിച്ചു തന്നിട്ടുണ്ട്. ബിനീഷ് കോടിയേരിക്കെതിരായ ആരോപണം ബിനീഷ് കോടിയേരി നേരിടട്ടെ എന്ന് പറഞ്ഞു. അതിൽ ബിനീഷ് കോടിയേരിയെ സംരക്ഷിക്കാൻ അന്ന് പാർട്ടി വന്നതുമില്ല. അതിൽ ആ കുടുംബത്തിന് ചില പിണക്കങ്ങൾ ഉണ്ടായിരുന്നു താനും. ബിനീഷ് കോടിയേരി ഇന്ന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു പിണറായി വിജയന്റെ വീട്ടിൽ ആ റെയ്ഡ് നടക്കുമ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പിണറായി വിജയൻ പറഞ്ഞ വാക്ക്, ഏജൻസിക്ക് നമുക്കറിയാത്ത ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടാകാം, അവരതിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതാണ്, അതിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ ഇവിടെയും ഏജൻസിക്ക് നമുക്കറിയാത്ത, അങ്ങിപ്പോൾ പറയുന്ന ഒരു കൺക്ലൂഷനാണ്, ഒരു തെളിവുമില്ല, ഇത് കെട്ടിച്ചമച്ചത് എന്ന് പറയുമ്പോൾ
ഡിയുടെ പൊതു സമീപനം നമുക്കറിയാം. പക്ഷേ എന്നാലും നമുക്കറിയാത്ത കാര്യങ്ങളുണ്ടോ എന്ന് അവരുടെ അന്വേഷണത്തിന് വിടട്ടെ എന്നത് ഒരു കുറച്ചുകൂടി മെച്ചോർഡായ തീരുമാനമാണ്. അങ്ങി പറഞ്ഞ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുമ്പോൾ മണിക്കൂറുകൾ 50 മണിക്കൂറുകളൊക്കെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടല്ലോ. സോണിയാഗാന്ധിയും ചോദ്യം ചെയ്തിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന രൂപത്തിലേക്ക്, തെരുവുകൾ യുദ്ധക്കളമാവുന്ന രീതിയിലേക്ക് ആ പ്രതിഷേധം മാറിയിരുന്നു. വളരെ നീണ്ടൊരു ചോദ്യമാണ്. അല്പം നീണ്ട മറുപടി ആവശ്യമായിട്ട് വരും. ക്ഷമയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ അങ്ങ് തന്നെ പറഞ്ഞു, ഡിയുടെ പൊതു സമീപനം നമുക്കറിയാം, എന്നാലും എന്ന് പറഞ്ഞ് നിർത്തുമ്പോൾ പിണറായി വിജയൻ്റെ കാര്യത്തിലാവുമ്പോൾ ഡിയെ ആ പൊതു സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തേണ്ട. പിണറായി വിജയൻ്റെ കാര്യത്തിൽ ഡി ചെയ്യുന്നത് ശരിയാണ് എന്നൊരു ധ്വനിയാണ് അതിലുള്ളത്. അപ്പോൾ ഡിയെക്കുറിച്ച് ന്യായീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും അത്ര സാധ്യമല്ല എന്നാണത് കാണിക്കുന്നത്. എൻ്റെ കയ്യിൽ കണക്കുകളുണ്ട്. ഡി 2014 ശേഷം എടുത്ത കണക്ക്, കൺവിക്ഷൻ റേറ്റ്, എത്ര പ്രതികളെ പ്രതി ചേർത്തു, അതിലെത്ര പേരെ ശിക്ഷിച്ചു എന്ന്. 6444 കേസ് 2014 BJP ഗവൺമെൻറ് വന്ന ശേഷം ഡി മാത്രം എടുത്തതുണ്ട്. ഇൻകം ടാക്സിൻ്റെ വേറെയുണ്ട്. അതിൽ ശിക്ഷിച്ചത് 53 കേസാണ്. 16404 പേരെ പ്രതി ചേർത്തു, 121 പേരെയാണ് ശിക്ഷിച്ചത്. എന്താണിത് കാണിക്കുന്നത്? ഡി രാഷ്ട്രീയമായിട്ട് എതിർപക്ഷത്ത് നിൽക്കുന്നവരെ, തങ്ങൾക്ക് വഴങ്ങാത്തവരെ, ഇലക്ട്രൽ ബോണ്ട് വഴി കോടിക്കണക്കിന് രൂപ സംഭാവന കൊടുക്കാത്തവരെ വേട്ടയാടാനുള്ള BJPയുടെ ഒരു ഉപകരണമാണ്. ആരെയെല്ലാം വരുതിയിലാക്കണോ അപ്പോൾ തുടലഴിച്ച് വിടുന്ന ഒരു കൂട്ടരാണ് ഡി എന്നുള്ളത് ഈ നാട്ടിൽ ആർക്കാണ് അറിയാത്തത്? എന്നാലും പിണറായി വിജയൻ്റെ കാര്യത്തിലാവുമ്പോൾ ഡിയുടെ ഒപ്പം നിൽക്കണം എന്നതാണ് ചിലരുടെ മനോഭാവം. നോക്കൂ, ഇവിടെ നിങ്ങൾ തന്നെ പറയുന്നു രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്തപ്പോൾ പ്രതിഷേധം ഉണ്ടായി. അപ്പോൾ പ്രതിഷേധം സ്വാഭാവികമാണ് ഡിയുടെ കാര്യത്തിൽ എന്നാണത് കാണിക്കുന്നത്. എന്താണ് ഇവിടെ തിരുവനന്തപുരത്തുണ്ടായത്? അക്രമം ഉണ്ടാവാൻ പാടില്ലായിരുന്നു. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നു. ആരുടെ ഉത്തരവാദിത്വമായിരുന്നു അത് ഒഴിവാക്കേണ്ടത്? 2 കൂട്ടരുടെ ഉത്തരവാദിത്വത്തിലാണ് അവിടെ അക്രമം പ്രധാനമായിട്ടും നടന്നത്. ഒന്ന്, എന്തായിരുന്നു ഡി ഉദ്യോഗസ്ഥർക്ക് ഈ ജനക്കൂട്ടം അവിടെ നിൽക്കുമ്പോൾ തന്നെ അതിനിടയിലൂടെ പോകണം എന്ന നിർബന്ധം എന്തായിരുന്നു? അപ്പോൾ ഞങ്ങളെ ആക്രമിച്ചു എന്ന ഒരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി കൂടി ഉള്ള ഒരു തിരക്കഥ. ഡി തിരക്കഥകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണല്ലോ. അപ്പോൾ ആസൂത്രിതമായിട്ടുള്ളൊരു തിരക്കഥ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കണം. അല്ലെങ്കിൽ ഈ ആൾക്കൂട്ടം ഏതായാലും 5-8 മണിക്കൂർ അവരവിടെ ചെലവഴിച്ചല്ലോ. ഒരു 10 മിനിറ്റ് കൂടി ശ്രമിച്ചാൽ ആൾക്കൂട്ടം പിരിഞ്ഞു പോയിട്ട് മതിയായിരുന്നില്ലേ? പിന്നെ പോലീസില്ലേ? പോലീസ് എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഈ ആൾക്കൂട്ടം പിരിഞ്ഞു പോയ ശേഷം അവരെ കൊണ്ടുപോയാൽ ആകാശം ഇടിഞ്ഞു വീഴുമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ പോലീസിന് മതിയായ സുരക്ഷ ഒരുക്കാൻ കഴിയണം. കണ്ണൂരിലും അതുപോലെ ഇപ്പുറത്തും കോഴിക്കോട്ടും ഉണ്ടായില്ലല്ലോ, അക്രമങ്ങൾ ഉണ്ടായില്ലല്ലോ. അപ്പോൾ പോലീസും ഡിയും വേണമെങ്കിൽ ഒരു അക്രമ സംഭവം ഉണ്ടായിക്കോട്ടെ എന്ന മനോഭാവത്തോടെ ഉത്തരവാദിത്വമില്ലാത്തത് കൈകാര്യം ചെയ്തു എന്നല്ലേ നമ്മൾ കാണുന്നത്. ഞാനിത് ലൈവായിട്ട് TVയിലിരുന്ന് കാണുകയായിരുന്നു. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ആ കാറുകൾ തുറന്നു വിട്ടപ്പോൾ അത്ഭുതപ്പെട്ടു. കോമൺ സെൻസുള്ള ആരെങ്കിലും അത് ചെയ്യുമോ? കോമൺ സെൻസുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യുമായിരുന്നു. ഇത്രയും ചാർജഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ, ഇത്രയും അജിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്കൂട്ടത്തിന് നേരെ ഈ വണ്ടികൾ തുറന്നു വിടുമോ? അതാണ് ഉണ്ടായിട്ടുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള വീഴ്ച. ഡി ഉദ്യോഗസ്ഥർക്ക് ഒരു 10 മിനിറ്റ് അവിടെ ക്ഷമിച്ചാൽ എന്താ? അല്ലെങ്കിൽ പോലീസിന് ഈ ആൾക്കൂട്ടം പിരിഞ്ഞു പോയ ശേഷം പോയാൽ പോരായിരുന്നു? അവിടെ നേതാക്കൾ ഈ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പാടുപെടുന്നത് നിങ്ങളെല്ലാം കണ്ടു കാണും. നിങ്ങളെല്ലാം കൊടുത്ത ലൈവിൽ അതുണ്ടായിരുന്നു. വി ശിവൻകുട്ടിയും കടകംപള്ളിയും ജോയിയും എല്ലാം അടങ്ങുന്ന നേതൃനിര എത്ര കഷ്ടപ്പെട്ടാണ് ആളുകൾ നിയന്ത്രിച്ചിരുന്നത്. ആളുകൾ രോഷാകുലരാവും. ഡി എന്ന് കേട്ടാൽ തന്നെ ആളുകൾക്ക് കൈധരിക്കുന്നതിന് കാരണങ്ങളുണ്ട്, രോഷം കൊള്ളുന്നതിന് കാരണങ്ങളുണ്ട്. അത്ര വിശ്വാസ്യതയില്ലാത്ത, അത്രമാത്രം ഒരു ഗുണ്ടാ സംഘം പോലെ, കേന്ദ്ര സർക്കാരിന്റെ ഗുണ്ടാ സംഘം പോലെ പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് ഡി എന്നത് സുപ്രീം കോടതി മുതലുള്ള വിമർശനങ്ങൾ സാധൂകരിക്കുന്നതാണ്. ഈ കേരളത്തിലല്ലേ ഒരു ഡി ഡയറക്ടർ സ്വർണ്ണക്കടത്ത് കേസിൽ നേതൃത്വം കൊടുത്തയാൾ? അല്ല, കേൾക്കൂ. ഈ കേരളത്തിലാണ് നിങ്ങളെല്ലാം ആഘോഷിച്ച ഒരു ഡി അസിസ്റ്റന്റ് ഡയറക്ടർ രാധാകൃഷ്ണൻ സ്വർണ്ണക്കടത്ത് കേസിൽ നിങ്ങൾക്കെല്ലാം വാർത്ത ചോർത്തിത്തന്ന, നിങ്ങളെല്ലാം ആഘോഷിച്ച മാധ്യമങ്ങൾ കുരുക്ക് മുറുക്കാൻ ഉപയോഗിച്ചത് രാധാകൃഷ്ണന്റെ ചോർത്തിത്തന്ന വാർത്തകളായിരുന്നല്ലോ. രാധാകൃഷ്ണനെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു അഴിമതി നടത്തിയതിന്. അഴിമതിക്കാരുടെ കൂടാരമാണ്. ആളുകളെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്ന എക്സ്റ്റോർഷൻ ഡിപ്പാർട്ട്മെന്റ് കൂടിയായിട്ട് ഡി മാറിയിട്ടുണ്ട്. ആളുകൾക്ക് രോഷം വരും.
ആ രോഷം അവർ പ്രകടിപ്പിക്കും. അത്തരം ഒരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാൻ പോലീസ് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. നോക്കൂ, അങ്ങീ പറഞ്ഞ കാരണങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ അണികളൊക്കെ വന്ന് പ്രതിഷേധിക്കുന്നത് എന്ന് കരുതാൻ പറ്റില്ലല്ലോ. പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു എന്ന വികാരമാണ് അവിടെ പാർട്ടി പ്രവർത്തകർ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അത് നിയന്ത്രിക്കാനൊക്കെ മുതിർന്ന നേതാക്കൾ ശ്രമിക്കുന്നതും കാണാമായിരുന്നു. അങ്ങീ പ്രതിഷേധത്തിലേക്ക് ഊന്നുകയാണ്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സിന്റെ ഒരു അന്വേഷണത്തിലാണല്ലോ ഈ വിവരങ്ങൾ ആദ്യം പുറത്തു വരുന്നത്. അതിൽ ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് ഈ പറയുന്ന സേവനം ഇല്ലാതെ ഈ തുക നൽകി എന്നുള്ള ആരോപണത്തിന് വീണ തൈക്കണ്ടി ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. വീണ തൈക്കണ്ടി മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയ്ക്ക് ഈ പറഞ്ഞ മാസപ്പടി എന്ന പ്രയോഗത്തിൽ ഈ തരത്തിൽ സേവനമില്ലാതെ തുക നൽകി എന്നുള്ളതാണ് ഈ വന്നിരിക്കുന്ന ആരോപണം. ഇതിൽ പാർട്ടി മറുപടി പറയേണ്ട പാർട്ടിക്ക് എന്ത് ബാധ്യതയാണുള്ളത്? ശ്രീ എം പി രാജേഷ്, അത് വീണ തൈക്കണ്ടി മറുപടി പറയേണ്ട സാഹചര്യമാണ്. അത് വീണ തൈക്കണ്ടിക്ക് വിടാതെ അത് പാർട്ടി ഏറ്റെടുക്കുന്നു, അത് പിണറായി വിജയന്റെ മാത്രം വിഷയമാക്കിയെടുക്കുന്നു. അവിടെയാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾ സംരക്ഷകരായി അവിടെ രംഗത്ത് വരുന്നു. ബിനീഷ് കോടിയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഇത് ഒരു രണ്ട് തരത്തിലുള്ള നീതി നിങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ നടപ്പാക്കുന്നു എന്നുള്ളതാണ്. ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എന്ന പേരിലും കടമായിട്ടും വീണയുടെ സ്ഥാപനത്തിന് 1,72,00,000 രൂപ പലപ്പോഴായി നൽകിയെന്നായിരുന്നു CMRL നേരത്തെ നൽകിയ വിശദീകരണമായി വരുന്നത്. ഇപ്പോൾ ഇ ഡി അവസാനം പുറത്തിറക്കിയിരുന്ന നോട്ടിൽ പറയുന്നത് 2.78 കോടി CMRL കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ തുക കൂടിയിരിക്കുന്നു. ഈ രേഖ അങ്ങേക്കും കിട്ടിയിരിക്കുന്നതെന്ന് ഞാൻ കരുതുകയാണ്. നമുക്കറിയാത്ത വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടാകാം. അങ്ങ് പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ഒരു വീട്ടിൽ നിന്നും കിട്ടിയിട്ടില്ല. ഒന്നും കിട്ടി കൊടുത്തിട്ടൊക്കെ പോയിട്ടുണ്ട്. നമുക്കറിയാത്ത കാര്യങ്ങളുണ്ടോ എന്ന് പാർട്ടിക്ക് മാറി നിൽക്കേണ്ട കാര്യങ്ങളിൽ പാർട്ടി എന്തുകൊണ്ടാണ് മാറി നിൽക്കാത്തത്? അത് വീണ തൈക്കണ്ടി മറുപടി പറയേണ്ടതല്ലേ? നോക്കൂ, ചില കാര്യങ്ങൾ ഉച്ചത്തിലും ചില കാര്യങ്ങൾ അശ്വത്ഥാമ ഹത കുഞ്ചര എന്ന് പതുക്കെ പറഞ്ഞതുപോലെയും അവതരിപ്പിക്കരുത്. ഇപ്പം പറഞ്ഞല്ലോ, ഒന്നും കിട്ടിയിട്ടില്ല എന്ന് എഴുതി കൊടുത്തിട്ടൊക്കെ പോയിട്ടുണ്ട് എന്നങ്ങ് ഒഴുക്കൻ മട്ടിൽ പറയരുത്. അങ്ങനെ എഴുതി കൊടുത്തിട്ടാണ് പോയത്. ഈ കേസ് എത്ര വർഷമായിട്ട് ഇവർ അന്വേഷിക്കുന്നു? ED അന്വേഷിക്കുന്നു, SFI അന്വേഷിക്കുന്നു. ഇതുവരെ ഒരു കേസ് അവർക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതുവരെ ഈ കേസുമായിട്ട് ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നേരത്തെയും കോടിയേരിയുടെ കാര്യം ഇവിടെ പറഞ്ഞു. ഈ കോടിയേരിയെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ, മകൻ്റെ പേര് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കോടിയേരി വിശുദ്ധനായിട്ട് മാറി. മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വിശുദ്ധരാകും. ഒരുപക്ഷെ കുറേ കാലം കഴിയുമ്പോൾ മറ്റാരെയെങ്കിലും നികഴ്ത്താൻ വേണ്ടി നിങ്ങൾ പിണറായിയെക്കുറിച്ചും നല്ല വാക്കുകൾ പറയുമായിരിക്കും. കാരണം മരിക്കുമ്പോഴാണല്ലോ നല്ല വാക്കുകൾ ആകെ പറയാറ് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചുള്ളത്. അപ്പോൾ കോടിയേരിയെ എങ്ങനെയാണ് നിങ്ങളെല്ലാം കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങളുടെ തന്നെ പഴയ ഫയലുകൾ സെക്രട്ടറിയുടെ മകനെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്താൽ അത് വാർത്തയാണെന്ന് ശ്രീ എം പി രാജേഷിനും അറിയാം. വാർത്ത നൽകുന്ന വിധത്തിൽ മാധ്യമങ്ങൾ അത് നൽകുക തന്നെ ചെയ്യും. പക്ഷേ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് പാർട്ടിയാണല്ലോ മറുപടി അറിയുന്നത്. ശ്രീ എം പി രാജേഷ്, നോക്കൂ, വെറും വാർത്തയായിരുന്നു. വാർത്തകൾ മാത്രമായിരുന്നു അല്ലേ? നിഷ്കളങ്കമായിട്ടുള്ള വാർത്തകൾ. ഒന്ന് ലൈബ്രറിയിൽ പോയി നോക്കിയാൽ മതി എങ്ങനെയൊക്കെയാണ്. എനിക്ക് ലൈബ്രറിയിൽ പോകാൻ നോക്കാതെ തന്നെ അറിയാം ശ്രീ ബി രാജേഷ്. അങ്ങ് മാധ്യമങ്ങളെ കുറ്റവിചാരണ ചെയ്യാൻ അങ്ങേക്ക് ഇഷ്ടം പോലെ വിഷയങ്ങളുണ്ട് എന്നുള്ള കാര്യം അല്ല, ഇഷ്ടം പോലെ വിഷയങ്ങളുണ്ട്. അതിൽ അങ്ങ് പറയുന്നതിൽ കുറെ കാര്യങ്ങളിൽ ഞാൻ യോജിക്കുന്നു ശ്രീ എം പി രാജേഷ്. പക്ഷെ നമ്മുടെ സമയക്കുറവ് മൂലം നമുക്ക് ഈ വിഷയത്തിലേക്ക് വരേണ്ടതുണ്ട്. നോക്കൂ, ഞാൻ ഈ വിഷയം സംസാരിക്കുകയാണ്. എനിക്കിത് വഴക്കുണ്ടാക്കാൻ യാതൊരു താല്പര്യമില്ല. നിങ്ങൾ വിളിച്ചിട്ടാണ് ഞാൻ വരുന്നത്. പറയാനുള്ള സാവകാശം ഉണ്ടെങ്കിൽ പറയാൻ, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കാം. ഇങ്ങനെ ഇടയ്ക്ക് കയറി പറഞ്ഞുകൊണ്ടേ ഇരിക്കരുത്. ശരി, അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ എന്തുകൊണ്ട് പിണറായിയുടെ കാര്യത്തിൽ പിണറായിയല്ലേ ലക്ഷ്യം വെച്ചത്? മാത്യു കുഴനാടൻ കൊടുത്ത കേസിൽ ആരാണ് റെസ്പോണ്ടന്റ് നമ്പർ 1? ആരാണ്? അപ്പോൾ പാർട്ടിയുടെ ഉത്തരവാദിത്തമായിട്ട് ഇത് വരുന്നില്ലേ? പിണറായി വിജയനാണ്. പിന്നെ ഇതിൻ്റെ നിയമപരമായ വശം നിങ്ങൾ ചോദിച്ചു. നോക്കൂ, വിജിലൻസ് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി, ഇത് മൂന്നും തള്ളിക്കളഞ്ഞൊരു കേസല്ലേ ഇത്? ആ ഹൈക്കോടതി വിധി ഒന്ന് വായിച്ചു നോക്കണം. വിജിലൻസ് കോടതിയുടെ വിധിയുണ്ട്, ഹൈക്കോടതിയുടെ വിധിയുണ്ട്, സുപ്രീം കോടതി പറഞ്ഞതും നിങ്ങളൊന്ന് ഓർക്കണം. ഇതെല്ലാം ഇപ്പം അങ്ങനെ മറക്കാമോ? എന്താണ് ഹൈക്കോടതി പറഞ്ഞത്? ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് സംശയിക്കാൻ എല്ലാ കാരണങ്ങളുമുണ്ട്. ഉന്നയിച്ച ഒരാരോപണത്തിനും തെളിവോ വസ്തുതകളുടെ പിൻബലമോ ഇല്ല. വെറും സംശയത്തിൻ്റെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മാത്രമല്ല, മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ CMRL കമ്പനിക്ക് ഒരു തരത്തിലുള്ള ഫേവറും പിണറായി വിജയൻ ചെയ്തു കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ ചെയ്യാവുന്ന 2 അവസരങ്ങൾ വന്നപ്പോഴും അത് ചെയ്യുകയല്ല ഉണ്ടായത്. ഇപ്പോൾ ലാൻഡ് സീലിംഗ് എക്സംഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷ വന്നപ്പോൾ അത് നിരസിക്കുകയാണ് ചെയ്തത് എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയാണ്.
ഇതേ കാര്യങ്ങൾ തന്നെ വിജിലൻസ് കോടതിയും കണ്ടെത്തിയിട്ടുണ്ട്. വിജിലൻസ് കോടതി വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ നൽകിയ ഹർജിയെ കുറിച്ചാണ് ഇപ്പോൾ ശ്രീ എം പി രാജേഷ് അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇ ഡി അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. മാത്യു കുഴൽനാടൻ കോടതിയിൽ തോൽവി സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അല്ല, അത് പിണറായി വിജയനെതിരെയാണ് കൊടുത്തത്. ഇത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് കൊടുത്ത കേസല്ല, ഇത് കേന്ദ്ര ഏജൻസി ഇങ്ങോട്ട് വന്നതാണ് അല്ലെ. ഇൻകം ടാക്സിൽ കിട്ടിയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസിയായി തുടങ്ങിയ അന്വേഷണമാണ്. ഒറ്റ മിനിറ്റ് അല്ല, നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടുള്ള ചർച്ചയല്ലല്ലോ. ഞാൻ പിണറായി വിജയൻ ശരി ആയിക്കോട്ടെ, പിണറായി വിജയന്റെ മകൾ എന്ന നിലയ്ക്ക് വാങ്ങി എന്ന് തന്നെയാണ് ചോദ്യം. നോക്കൂ, അല്ലല്ല, വസ്തുതകൾ വസ്തുതയായിട്ട് കാണണം. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി വളച്ചൊടിക്കരുത്. മാത്യു കുഴൽനാടൻ കൊടുത്ത കേസിൽ റെസ്പോണ്ടന്റ് 1 പിണറായി വിജയൻ, റെസ്പോണ്ടന്റ് 6 എക്സാലോജി കമ്പനി, റെസ്പോണ്ടന്റ് 7 വീണ എന്നല്ലേ? അപ്പൊ പിന്നെ എങ്ങനെയാണ് പിണറായി വിജയന്? ഞാൻ മാത്യു കുഴൽനാടന്റെ കേസല്ല പറയുന്നത് ശ്രീ എം പി രാജേഷ്. കോടതിയിൽ തോറ്റ കേസ് എടുത്ത് എന്തിനാണ് അങ്ങ് വാദിക്കുന്നത്? തോറ്റു മാത്യു കുഴൽനാടൻ ആണ്. ഇ ഡിയുടെ കേസ് വേറെയാണ്. ഞാൻ അങ്ങനെയൊക്കെ വരാം. ഇത് ഇ ഡിയുടെ കേസാണ്. ഇത് ഇ ഡിയുടെ കേസാണ്. ഇല്ല, വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടാണ് മാത്യു കുഴൽനാടൻ കോടതിയിലേക്ക് പോയത്. ഞാൻ അങ്ങനെയൊക്കെ ആണ്. ഇ ഡിയുടെ കേസ് അങ്ങനെയല്ല. ഇ ഡിയുടെ കേസ് വിജിലൻസ് അന്വേഷിക്കണമെന്നാണ്. ഇ ഡി സ്വയം അന്വേഷിക്കുകയല്ലേ. ഇത് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ കൊണ്ടുപോയത് എന്തിനാണെന്നുള്ള സംശയമുണ്ട്. ശരി, അങ്ങ് ഈ പറയുന്ന തോറ്റ കേസ് എന്തിനാണ് ചർച്ചയ്ക്ക് എടുക്കുന്നതെന്നേ? വിജിലൻസ് കേസ് ഇല്ല ഇവിടെ. അങ്ങ് ഇവിടെ തോറ്റ കേസിനെ കുറിച്ച് എന്തിനാ പറയുന്നത്? കോൺഗ്രസ് പറയട്ടെ. ആഘോഷിച്ച് അങ്ങ് പറയാം. അങ്ങ് ഇങ്ങനെ വിമർശനം തുടരാൻ നമുക്ക് ചർച്ച തുടരാൻ പറ്റില്ല. ശരി, ഞാൻ അങ്ങേലേക്ക് വരാം. ബാക്കിയുള്ളവർക്ക് കൂടി പോട്ടെ. ഷോൺ ജോർജ്, ഇപ്പോൾ ഇ ഡി റെയ്ഡ് മോദി വി ഡി സതീശൻ സംയുക്ത ഓപ്പറേഷൻ എന്നാണ് CPM ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് CPM നേതാക്കളിൽ നിന്നും പലരിൽ നിന്നായ പ്രതികരണം വന്നിരിക്കുന്നത്. ഒരു സംയുക്ത ഓപ്പറേഷനാണോ ഇത്? എന്താണ് ഇക്കാര്യത്തിൽ BJPക്ക് പറയാനുള്ളത്? അങ്ങ് ഇക്കാര്യത്തിൽ നിയമപരമായ പോരാട്ടം ആദ്യം തുടങ്ങിയാണ് BJPയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ. അർഹിക്കുന്ന അവജ്ഞയോടുകൂടി പുച്ഛിച്ചു തള്ളുക എന്നല്ലാതെ അതിനൊന്നും മറുപടി പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്കൊന്നുമില്ല. ഇന്നലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി നരേന്ദ്രമോദിയെ ചെന്ന് കാണുമ്പോൾ ഇന്ന് രാവിലെ കേരളത്തിൽ പിണറായി വിജയൻ്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തണമെന്ന് പറയും, അത് നരേന്ദ്രമോദി അംഗീകരിക്കുകയും ചെയ്തു എന്നൊക്കെ പറയുന്ന വിഡിത്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ പറയാൻ കഴിയൂ. അതിന് വേറെ മറുപടി അർഹിക്കുന്നില്ല. ഈ CMRൽ ED അന്വേഷണത്തിനെതിരെ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയതിനു പിന്നാലെയാണ് റെയ്ഡ്. ഇതിലൊരു തിടുക്കമുണ്ടോ എന്ന സംശയമുണ്ട് ഷോൺ. ഇപ്പോൾ 2 ദിവസം അവധിയാണ്. അപ്പോൾ ഈ റെയ്ഡിനെതിരെ കോടതിയെ സമീപിക്കാൻ കൂടി കഴിയില്ല. അങ്ങനെ ഒരു തിടുക്കം തൊട്ടു പിന്നാലെ അടുത്ത ദിവസം നടത്തിയ റെയ്ഡ് അങ്ങനെ സംശയിക്കപ്പെടുന്നുണ്ട്. അല്ല, അത് ED തിടുക്കം കാണിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഇനിയൊരു വർക്കിംഗ് ഡേ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കേസിന് അപ്പീൽ അവർ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്വാഭാവികമായിട്ട് വീണ്ടും അന്വേഷണം തടസ്സപ്പെടും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇന്ന് വരെയുള്ള ഇവരുടെ നിയമപരമായ അന്വേഷണം തടസ്സപ്പെടുത്താൻ ഇവർ കാണിച്ചിട്ടുള്ള ആ ഒരു വ്യഗ്രത വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിലൊരു അന്വേഷണ ഏജൻസി തിടുക്കം കാണിച്ചതിന് ഞാൻ കുറ്റം പറയില്ല. ഷോൺ, ഇപ്പോൾ CMRൽ പല പ്രമുഖർക്കും വൻ തുക നൽകിയിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് സംഭാവന എന്ന മട്ടിൽ ഒക്കെ സ്വീകരിച്ചായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ 2 പേർ ഇപ്പോൾ മന്ത്രിമാർ തന്നെയാണ്, ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ ഉണ്ടല്ലോ എന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പിണറായിയെ ടാർഗറ്റ് ചെയ്യുന്നത് വ്യക്തമാവുന്നു എന്ന് കൂടിയാണ് CPM ഇതിൽ പ്രതികരിച്ചിരിക്കുന്നത്. അല്ല, അദ്ദേഹം പറയുന്നതിനകത്ത് എനിക്ക് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൻ്റെ വരികൾക്കിടയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പിണറായി വിജയൻ മാത്രമല്ല മോഷ്ടിച്ചിട്ടുള്ളത്, കോൺഗ്രസിലെ ആളുകൾ മോഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ പിടിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം പിണറായി വിജയൻ മോഷ്ടിച്ചിട്ടില്ല എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ മോഷ്ടിച്ചുള്ള പോലെ തന്നെ പിണറായി വിജയൻ മോഷ്ടിച്ചുള്ള പോലെ തന്നെ കോൺഗ്രസിലെ മന്ത്രിമാരെ മോഷ്ടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ എൻക്വയറി മുമ്പോട്ട് പോകുമ്പോൾ ED എൻക്വയറിക്ക് ശേഷം CBI എൻക്വയറി ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇവരെ മാത്രമല്ല, SFIO കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തോടൊപ്പമുള്ള ഡയറിയിൽ 100 കണക്കിന് രാഷ്ട്രീയ നേതാക്കളുടെ പേരുണ്ട്. അത് ഏത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് പുറത്തു കൊണ്ടുവരാൻ, എനിക്കതിൻ്റെ കോപ്പി നൽകാൻ വേണ്ടി ജില്ലാ കോടതി ഉത്തരവിട്ടു. 1 മണിക്കൂറിനകം ഹൈക്കോടതി പോയി അതിന് സ്റ്റേ മേടിച്ചു ഇമ്മീഡിയറ്റ് ആയിട്ട്. അപ്പോൾ അതിന് ഞാൻ ഹൈക്കോടതിയിൽ കക്ഷി ചേർത്തിട്ടുണ്ട്. എനിക്ക് അനുവദിച്ച് കിട്ടുന്ന ദിവസം കേരള സംസ്ഥാനത്ത് ഈ കേസിൽ ആരൊക്കെ പ്രതിയാണ് എന്നുള്ളത് കേരളം അറിയും. ശരി, ദീപ്തി മേരി വർഗീസിലേക്ക് പോകുന്നു. ദീപ്തി, ഇപ്പോൾ ഷോൺ പറഞ്ഞതിൽ നിന്ന് തുടങ്ങാം. ഇപ്പോൾ ഈ ഡയറിയിൽ പേര് വീണ തൈക്കണ്ടിക്ക് നൽകിയ തുകയുടെ കാര്യം മാത്രമല്ലല്ലോ, പല നേതാക്കളുടെയും ചുരുക്കപ്പേരുകളുണ്ട് എന്നുള്ളതാണ്. അതിൽ കോൺഗ്രസ് നേതാക്കളുടെ പേരും ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ 2 മന്ത്രിമാരടക്കമുണ്ട് എന്നുള്ള വിഷയമാണ്. അപ്പോൾ കോൺഗ്രസ് ഈ കാര്യത്തിൽ എന്താണ് പ്രതികരിക്കുന്നത്? ഇങ്ങനെ ഒരു റെയ്ഡ് നടന്നത് ശരിയാണോ തെറ്റാണോ? എന്താണ് ഇതിനെ ദീപ്തി കാണുന്നത്?
രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് നടത്തിയ പ്രസംഗമൊക്കെയാണ് CPM ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. അതിലേക്കാണല്ലോ ഇപ്പോൾ ED വന്നത് എന്ന ചോദ്യമാണ് CPM ചോദിക്കുന്നത്. ദീപ്തി, ഇതിൻ്റെ അകത്ത് രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണണം. ഒന്ന്, ഇന്നിപ്പോൾ എന്തിനാണ് ചോദ്യം ചെയ്തത്, ED എന്തിനാണ് ചോദ്യം ചെയ്തത്, എന്തുകൊണ്ടാണ് ഇന്നത്തെ ദിവസം എടുത്തത് എന്നുള്ളതിന് പല ന്യായങ്ങളും CPM നേതാക്കന്മാർ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട സ്റ്റേ വെക്കേറ്റ് ചെയ്തതുകൊണ്ടാണ് EDക്ക് ഇപ്പോൾ സെർച്ച് വാറന്റുമായിട്ട് ചെല്ലാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. SFIO അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു കേസ് അത് FIR ഇടാതെ ഇരിക്കുന്നു. FIR ഇടാൻ നീണ്ടുപോകുന്നു. എത്രയോ കാലം, കഴിഞ്ഞ 5 വർഷക്കാലമായി നീണ്ടുപോകുന്ന ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് ഓർക്കണം. അനധികൃതമായി ചെയ്യാത്ത സർവീസിന് പണം വാങ്ങിച്ചു, മാസപ്പടി വാങ്ങിച്ചു. ആരുടെ കയ്യിൽ നിന്ന്? കരിമണൽ കർത്തായയുടെ കയ്യിൽ നിന്ന് വീണ തൈക്കണ്ടിയിൽ വാങ്ങിച്ചു എന്നുള്ളതാണ് കേസ്. ആരാണ് വീണ? അപ്പൊ വീണ എന്ന് പറയുന്ന വ്യക്തി വാങ്ങിക്കുന്നതിനല്ല ഇമ്പോർട്ടൻസ്, വീണ ആരുടെ മകളാണ് എന്നുള്ള കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ അനധികൃതമായി പണം കൈപ്പറ്റി, കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റി എന്നുള്ളതായിരുന്നു കേസ്. കഴിഞ്ഞ 5 വർഷക്കാലമായി ആ കേസ് മുമ്പോട്ട് പോകാതെ ED എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസി മുമ്പോട്ട് പോകാതിരുന്നു എന്ന് ചോദിച്ചാൽ SFIO അതിൻ്റെ അകത്തെ FIR സബ്മിറ്റ് ചെയ്യാൻ കാലതാമസം ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങളത് പറഞ്ഞു, കോൺഗ്രസ്സുകാരത് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലമോ അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലമോ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ഒരു കേന്ദ്ര ഏജൻസികളുടെ കേസും ശരിയായ രീതിയിലുള്ള അന്വേഷണം നടത്തുവോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ, നമുക്കറിയാമല്ലോ ലൈഫ് മിഷൻ കേസ് ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അതിൻ്റെ അകത്ത് ചെന്നെത്തുന്നത്, ആ കേസിൽ ചെന്നെത്തുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലറയ്ക്കുള്ളിലാകുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അന്വേഷണം നീളാതെ അദ്ദേഹത്തെ സംരക്ഷിച്ചു നിന്നതിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾ കോൺഗ്രസ്സുകാർ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഇത് CPM-ഉം BJP-യും തമ്മിലുള്ള ഡീലാണെന്ന് പറഞ്ഞു. ആ ഡീല് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഈ കേസ് മുമ്പോട്ട് പോകാതിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ ഇപ്പോൾ കോടതി സ്റ്റേ വെക്കേറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് EDക്ക് മുമ്പോട്ട് പോകാം, EDക്ക് കേസിന്റെ സെർച്ച് വാറന്റുമായി മുമ്പോട്ട് പോകാം എന്നുള്ള ഒരു സാഹചര്യമാണ് ലീഗലി അതിന് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ അല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി നമുക്കറിയാമല്ലോ, കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് BJP-യുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, അല്ലാതെ CPM-നെ ഇല്ലാതാക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമൊന്നുമല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി CPM-ന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ CPM-ന്റെ മുഖ്യമന്ത്രി ഉപയോഗിച്ച് കോൺഗ്രസിനെ തകർക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം. അതിന് CPM-ന് വേണ്ടിയും CPM-ന്റെ മുഖ്യമന്ത്രിയോടും ഒപ്പം നിന്നുകൊണ്ട് പല ഡീലുകളും BJP നടത്തിയിട്ടുണ്ട്. അതിന്റെ വ്യക്തമായ തെളിവുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എത്രയോ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു സ്മൃതി. ഇപ്പോൾ ശ്രീഎമ്മുമായുള്ള കൂടിക്കാഴ്ച, അജിത് കുമാർ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ഉണ്ടായ വിഷയം, അങ്ങനെ എത്ര കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അത് വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ BJP-യുമായി ഡീലുണ്ടായിരുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ പൊതുസമൂഹം, കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലാതായിരിക്കുന്നു. എന്താണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉദ്ദേശം, EDയെ സംബന്ധിച്ച് എന്താണ് ഉദ്ദേശം എന്നുള്ളത് അവർ പറയട്ടെ. അന്വേഷണം മുമ്പോട്ട് പോട്ടെ, ഞങ്ങളെ സംബന്ധിച്ച് അന്വേഷണം മുമ്പോട്ട് പോട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം മടിയിൽ കനമില്ലെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. മടിയിൽ കനമില്ലാത്ത ശ്രീ പിണറായി വിജയൻ എന്തിനാണെന്ന് ഭയപ്പെടുന്നത്? ഇന്നിപ്പോൾ ED അവിടെ അന്വേഷണത്തിന് ചെല്ലുമ്പോൾ എവിടെയാണ് ചെന്നത്? വീണയുടെ വീട്ടിലേക്കാണ് ചെന്നത്. ഇതേപോലെ തന്നെ താങ്കൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ വീട്ടിൽ EDയുടെ അന്വേഷണം വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അദ്ദേഹം പാർട്ടി അംഗമല്ല, അദ്ദേഹത്തിന് പാർട്ടിയുമായിട്ട് എന്ത് ബന്ധമാണ് ഉള്ളത്? പാർട്ടിയുടെ അംഗമല്ലാത്ത ഒരാളുടെ വീട്ടിൽ ED അന്വേഷണത്തിന് ചെന്നാൽ എന്തിനാണ് ഞങ്ങൾ മറുപടി പറയുന്നത് എന്നാണ് പാർട്ടി സെക്രട്ടറിയും പാർട്ടി നേതൃത്വവും അന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ വീണ വിജയന്റെ വീട്ടിൽ അന്വേഷണത്തിന് ചെല്ലുമ്പോൾ എന്തിനാണ് ഈ പറയുന്ന കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത്, ഈ പറയുന്ന വയലൻസുകൾ ഉണ്ടാക്കുന്നത്? എത്ര പ്രതികളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നത്? അവിടെ നിന്ന് മാരകായുധങ്ങളുമായി അക്രമം നടത്തുക. അതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം, ഇവർ തല്ലിത്തകർത്ത കാർ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട CPM-കാരൻ്റെ ടാക്സി കാറായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ കാർ ഇനിയും ഇവരിനി നഷ്ടപരിഹാരം കൊടുക്കുമോ? ആ ടാക്സി ഓടിയ കാറാണ് ഈ CPM-ന്റെ പ്രവർത്തകർ തകർത്തത്. പിന്നെ
ഇവിടെ ശ്രീ രാജേഷ് പറഞ്ഞതുപോലെ അത്ര നിഷ്കളങ്കമായൊന്നും ആ അക്രമത്തെ കാണാൻ കഴിയില്ല. വളരെ ആസൂത്രിതമായി നേതൃത്വം ഇടപെട്ടുകൊണ്ട് തന്നെ ഇവിടെ പ്രശ്നമുണ്ടാക്കണം, കലഹമുണ്ടാക്കണം, വയലൻസ് ഉണ്ടാക്കണം എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അവിടെ സമരം അവിടെ സമരവുമായി മുമ്പോട്ട് പോകുന്നത്. ഈ ED അന്വേഷണത്തിന് വരുമ്പോൾ അവരെ പുറത്ത്, പിന്നെ അദ്ദേഹം പറയുന്നത് കേട്ടു, എന്തുകൊണ്ടാണ് പോലീസ് ഈ വാഹനം പുറത്തേക്ക് വിട്ടത് എന്ന് ചോദിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യണം? ED അകത്തിട്ട് പൂട്ടണോ? ED ഇനി മുതൽ 2 ദിവസം അല്ലെങ്കിൽ ഈ കോലാഹലങ്ങൾ തീരുന്നത് വരെ EDയുടെ ഉദ്യോഗസ്ഥർ വീണ വിജയന്റെ വീട്ടിൽ താമസമാക്കണോ? എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ സെർച്ച് കഴിഞ്ഞാൽ അവരെ പുറത്തേക്ക് വിടണമെന്നേ. അതിന് പ്രശ്നമുണ്ടാകാതെ ഇവർക്ക് മടിയിൽ കനമില്ലെങ്കിൽ, ഇവർക്ക് ഭയപ്പാടില്ലെങ്കിൽ, ആശങ്കകളില്ലെങ്കിൽ അവര് അന്വേഷിച്ചിട്ട് പുറത്തു പോട്ടെ. ആഭ്യന്തരമന്ത്രി ആവർത്തിച്ചു പറയുന്നു ഇങ്ങനെ ഒരു റെയ്ഡിനെ കുറിച്ച് അറിഞ്ഞിട്ടേ ഇല്ല, ഇങ്ങനെ ഒരു റെയ്ഡ് ഞങ്ങളെ അറിയിച്ചിട്ടില്ല, കേരളത്തെ അറിയിച്ചിട്ടില്ല, ആഭ്യന്തര മന്ത്രി അറിഞ്ഞിട്ടേ ഇല്ല എന്ന്. പിന്നീട് അവിടെ ഒരു പ്രവർത്തകരുടെ ഒഴുക്ക് വന്ന സമയത്താണ് പോലീസിനെ അവിടെ വിന്യസിക്കുന്നതെന്ന്. അങ്ങനെ അറിയിക്കാതെ നടന്ന റെയ്ഡാണോ? അങ്ങനെ അറിയിക്കാതെ നടന്നതിൽ എന്തെങ്കിലും അസ്വാഭാവികത കോൺഗ്രസ് സംശയിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല പിണറായി വിജയനെ എന്ന ചോദ്യം അവിടെ ഉയർത്തുന്നു. അപ്പോൾ അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ കൂടി പിണറായി വിജയന്റെ വീട്ടിലേക്ക് എത്തുന്നു ED എന്നുള്ളതാണ്. ഇത്രയും മണിക്കൂർ, 8 മണിക്കൂറോളം അവിടെ മകളുടെ അടുത്തു നിന്നാണ് മൊഴിയെടുത്തത്. ചോദ്യം ചെയ്യലെന്ന് പറയാൻ പറ്റില്ല, അത് സമൻസ് കൊടുത്ത ശേഷം ചെയ്യുന്നതാണ് ചോദ്യം ചെയ്യൽ. മൊഴിയെടുക്കൽ അത് 8 മണിക്കൂറോളം നീളുന്നു എന്നൊരു കാര്യങ്ങളിലേക്ക് കടക്കുന്നു. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരത്തെ ഉന്നയിച്ച ആരോപണം നിങ്ങൾ ഒഴിവാക്കുകയാണ്, അത് നിങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന് കൂടി അർത്ഥമുണ്ടോ? പറയട്ടെ, ഈ 8 മണിക്കൂറല്ലേ ചോദ്യം ചെയ്തുള്ളൂ. എപ്പോഴാ ചോദ്യം ചെയ്യുന്നത്? ഈ 5 വർഷം ചോദ്യം ചെയ്തില്ലല്ലോ. 5 വർഷം വളരെ സുഖകരമായി നടക്കുകയായിരുന്നല്ലോ. ഒരു അന്വേഷണവുമില്ല, ഒരു ചോദ്യം ചെയ്യലുമില്ല. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ കാര്യം ഇതായിട്ട് അൺകമ്പയറബിൾ ആണ്, ഒട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ അന്വേഷണം വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ സുഖമില്ലാത്ത രോഗബാധിതയായ അമ്മ സോണിയാഗാന്ധിയെ ഉൾപ്പെടെ മണിക്കൂറുകളോളം 56 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. അന്ന് ഇതേപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഇവിടെ CPM പ്രവർത്തകർ പ്രതിഷേധം ഉയർത്തുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് അവിടെ വയലൻസ് ഉണ്ടാക്കുക, അക്രമം ഉണ്ടാക്കുക, കാറ് തല്ലിപ്പൊളിക്കുക, ഒരു പാവപ്പെട്ട ടാക്സിക്കാരന്റെ കാറ് തല്ലിപ്പൊളിക്കുക, അങ്ങനെ വയലൻസ് ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ അണികൾ മുദ്രാവാക്യം വിളിക്കും, സമരം ചെയ്യും. പക്ഷെ അത് അക്രമത്തിലേക്ക് പോകാൻ നേതൃത്വം കൊടുക്കാൻ അവിടെ നേതാക്കന്മാർ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ 56 മണിക്കൂർ ചോദ്യം ചെയ്ത അന്ന് തന്നെ നാഷണൽ ഹെറാൾഡിന്റെ കേസുമായി ബന്ധപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു, ചോദ്യം ചെയ്യുന്നു, ദിവസങ്ങളോളം ചോദ്യം ചെയ്യുന്നു. പക്ഷെ ആ സമയത്തൊന്നും ഇവിടെ ചോദ്യം ചെയ്യൽ നടന്നില്ല. അന്നും ഈ കേസ് നിലവിലുണ്ടേ, അന്നും ഇതേപോലെ ആരോപണം നിലവിലുണ്ട്, കേസ് നിലവിലുണ്ട്. പക്ഷെ അന്ന് ഇവിടെ ചോദ്യം ചെയ്യൽ നടക്കുന്നില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്, എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ED ചോദ്യം ചെയ്യാത്തത്? സ്വാഭാവികമായുള്ള സംശയമല്ലേ? ഇവിടെ പല കൂടിക്കാഴ്ചകൾ നടക്കുന്നു. ഇവിടെ EP ജയരാജൻ BJPയുടെ നേതാവിനെ കാണുന്നു, ശ്രീഎമ്മിനെ കാണുന്നു, അജിത് കുമാർ തൃശൂർ പൂരം കലക്കാൻ നോക്കുന്നു, അങ്ങനെയുള്ള അദ്ദേഹം രഹസ്യമായി പോയി RSS നേതാവിനെ കാണുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആർക്കും ഉണ്ടാകുന്ന സംശയമാണ്, എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ അടുത്തേക്ക് മാത്രം EDയുടെ അന്വേഷണം എത്താത്തത്, മകളുടെ അടുത്തേക്ക് മാത്രം അന്വേഷണം എത്താത്തത് എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള സംശയമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മടിയിൽ കനമുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. അത്തരത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന കോലാഹലം ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ED അന്വേഷിക്കട്ടെ എന്ന് പറയാനുള്ള ധൈര്യം ഇവർക്കില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് സ്മൃതി, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്തകളിലൂടെയൊക്കെ കണ്ടു, പല ഏരിയ കമ്മിറ്റികളും പറഞ്ഞു, പ്രതിപക്ഷ നേതാവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവർ പ്രമേയം അവതരിപ്പിച്ചു. അവർ പറഞ്ഞു ഇനി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി വേണ്ട എന്ന് CPMന്റെ ഏരിയ കമ്മിറ്റികൾ പറയുക, പത്തനംതിട്ടയോ കൊല്ലമോ ഒക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്ന ഒരു ചെറിയ ഒരു പ്രശ്നമുണ്ട് പാർട്ടിക്കുള്ളിൽ, അതുകൂടി ഒന്ന് വസൂലാക്കാൻ പറ്റിയ ഒരു സമയമാണ് ഇതെന്ന് മനസ്സിലാക്കി ഇവർ ഇതിൻ്റെ അകത്തൊരു കംപ്ലീറ്റ് ഒരു തരത്തിൽ പറഞ്ഞ ഒരു PR തന്നെയാണ് പാർട്ടി പ്രവർത്തകരെ വെച്ചുകൊണ്ട് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയ ആ വലിയ പ്രതാപം ഒന്ന് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമം കൂടിയാണ് ഇവിടെ നടത്തിയത് എന്ന് കാണേണ്ടതായിട്ട് വരും. ശരി, പ്രശാന്ത് പത്മനാഭൻ, CMRL ED അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നു. ഹൈക്കോടതി പക്ഷേ അന്വേഷണം തടയില്ല എന്ന് പറയുന്നു. അങ്ങനെ ഇന്നലെ വന്ന ഉത്തരവിന് തൊട്ടു പിന്നാലെയാണ് ഇന്നിപ്പോൾ റെയ്ഡുകളിലേക്ക് കടന്നിരിക്കുന്നത്. 12 ഒരേ സമയത്ത് നടന്ന റെയ്ഡ്, അതിലൊരു അസ്വാഭാവികത കാണാൻ പറ്റുമോ? ED അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ പല ഘട്ടങ്ങളിലായി രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള നടപടികളിലെ രാഷ്ട്രീയം നമ്മൾ പലതവണ കണ്ടിട്ടുമുള്ളതാണ്.
എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഈ അന്വേഷണങ്ങളൊക്കെ പലപ്പോഴും പല പരിധികൾ ലംഘിച്ചുകൊണ്ടാണെന്നും പെട്ടെന്ന് ഒരു പഴയ കണക്കുകളൊക്കെ എടുത്തു തരാൻ പറയുമ്പോൾ അതിലൊരു അസ്വാഭാവികത ഉണ്ടെന്നൊക്കെയുള്ളൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു അവസരത്തിൽ വരുമ്പോൾ അതിൽ അഗ്രീവ്ഡ് ആയിട്ടുള്ള അതിൽ ബുദ്ധിമുട്ടുണ്ടായ ഭാഗം കോടതിയിൽ പോകുന്നു. പെട്ടെന്ന് ഈ സംഭവം ഉണ്ടായത് തന്നെ 2019 ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ ഒരു കണ്ടുപിടുത്തമായിരുന്നു. ഈ CMRL ലോജിക്കിൻ്റെ അവിടെ കമ്പനിയിൽ നടത്തിയ ഒരു റെയ്ഡിൽ കണ്ടെത്തിയത് CMRL കമ്പനിയിൽ നടത്തിയ ഒരു അന്വേഷണത്തിൽ ഈ ഇൻകം ടാക്സിൽ വലിയൊരു തിരിമറി നടന്നിട്ടുണ്ട്. 2013-14 19-20 നടന്നിട്ടുള്ള വലിയ ഒരു കണക്കിൽ പാളിച്ച വന്നിട്ടുണ്ടെന്നുള്ള ഒരു അന്വേഷണം നടത്തി. അപ്പോൾ ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് കമ്മീഷണറുടെ അടുത്ത് ഈ കമ്പനി വരികയാണ്. കമ്പനി വന്നിട്ട് സെറ്റിൽമെൻറ്റ് കമ്മീഷന് മുമ്പിൽ ഒരു സെറ്റിൽമെൻറ്റ് അത് പണം അടച്ചിട്ട് അത് തീർപ്പാക്കാനുള്ള ഒരു നടത്തുന്നു. അപ്പോൾ ഇവർ ഓർത്തത് അതോടുകൂടി കേസുകൾ തീർന്നു, ഇനി അത് ഇമ്മ്യൂണിറ്റി കിട്ടി, പുതുതായിട്ടുള്ള വേറെ കേസുകളില്ല എന്നുള്ളൊരു വിശ്വാസത്തിലിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഷോൺ ജോർജ് 2023 കൊടുത്ത കംപ്ലയിൻറ്റ്, അദ്ദേഹം ഇവിടെ ഉണ്ട്, അദ്ദേഹം കൊടുത്ത കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രിയിൽ കൊടുത്ത ഒരു കംപ്ലയിൻറ്റിൻ്റെ പുറത്താണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ആ അന്വേഷണത്തിലെ ചില വസ്തുതകൾ കണ്ടെത്തുകയും അന്വേഷണത്തിൻ്റെ പുറത്ത് ഈ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കമ്പനി പെട്ടെന്ന് ഹൈക്കോടതിയിലേക്ക് വന്നത്. ഹൈക്കോടതി നേരത്തെ ഒരു സ്റ്റേ കൊടുത്തിരുന്നു. ഇന്നലെ അത് വിശദമായിട്ടുള്ള വാദം കേട്ടതിന് ശേഷം ഇതൊരു പ്രിലിമിനറി സ്റ്റേജാണ്, പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം തുടങ്ങുന്നേ ഉള്ളൂ. അതിനകത്ത് തെളിവ് കൊടുക്കാനായിട്ട് സാധാരണക്കാരായിട്ടുള്ള നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ വിളിച്ചിട്ട് ഒരു കേസിൻ്റെ അന്വേഷണം നടക്കുകയാണ്, നിങ്ങളുടെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സ്വാഭാവികമായിട്ടുള്ള അതിനകത്ത് കാരണങ്ങൾ കൊടുക്കുക അല്ലേ. അതിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന സ്ഥാനങ്ങളിൽ ഇരുന്നവരാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവൊക്കെ ആണെങ്കിൽ നേരത്തെ ഈ ശ്രീ MP രാജേഷൊക്കെ പറഞ്ഞതിൽ അത്ഭുതം തോന്നുന്നു. കാരണം ശ്രീ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ ഇതുപോലെ വണ്ടി അടിച്ച് തകർക്കുകയോ അല്ലെങ്കിൽ ED ഉദ്യോഗസ്ഥരെ തടയുകയോ ഒന്നും ചെയ്തില്ല. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ട് കൂടി അദ്ദേഹം പറഞ്ഞത് സംയമനം പാലിക്കണം, ആരും നിരത്തിലിറങ്ങി എനിക്ക് വേണ്ടി സമരം ചെയ്യരുത്, ഞാനിത് നേരിട്ടോളാമെന്നാണ് പറഞ്ഞത്. അത് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ മണിക്കൂറുകളോളം ഇരുന്ന് ചോദ്യങ്ങൾക്കെല്ലാം സാവകാശം മറുപടി നൽകി. 50 മണിക്കൂർ ശ്രീ പിണറായി വിജയൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അദ്ദേഹം കോടതിയിൽ പോയി. അതെ, അത് ഈ പറഞ്ഞതുപോലെ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഒളിപ്പിക്കാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് അന്വേഷണം നടത്തിയിട്ടൊന്നും കണ്ടെത്തിയില്ല എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ നിരത്തിലിറങ്ങുകയോ അല്ലെങ്കിൽ പൊതുജന സേവ പബ്ലിക് സെർവൻ്റ് ആയിട്ടുള്ളവരെ തടഞ്ഞു നിർത്തുന്ന ഒരു ഒഫൻസും കൂടിയാണ്. അപ്പോൾ ഈ ED പബ്ലിക് സെർവൻ്റാണ്, അവരുടെ മെഷേഴ്സ് എന്ത് തന്നെയാണെങ്കിലും ഈ കാർ അടിച്ചു തർക്കുന്നതിനൊന്നും ഒരു ന്യായവും ഇല്ല. രാഷ്ട്രീയ നേതാക്കന്മാരെ അത് സംയമനം പാലിക്കാനും അണികളോട് അത് ചെയ്യരുതെന്ന് പറയാനുമാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് TV-യിൽ അദ്ദേഹം പബ്ലിക്കായിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറയുമ്പോൾ ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല, അത് ഞങ്ങൾ പറഞ്ഞിട്ടല്ല, ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയേണ്ടത്. അതിന് പകരം നേരെ തിരിച്ച് ഇതിനെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ. അദ്ദേഹം MLA ആയിരുന്ന ആളാണ്, ഇപ്പോൾ എല്ലാന്നേ ഉള്ളൂ. ജനങ്ങളുടെ കോടതിയിൽ നിന്ന് തിരിച്ചടി വന്നു ശ്രീ പിണറായി വിജയന്. അതിനുശേഷം ഇപ്പോൾ നിയമവ്യവസ്ഥയിൽ കൂടെ പോയിട്ട് അദ്ദേഹം പെട്ടെന്നൊരു ഇമ്മ്യൂണിറ്റി നേടിയെടുക്കാൻ നോക്കും. ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞ് അങ്ങനെ ഒരു ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് അവിടെ ഒരു സെറ്റിൽമെൻറ്റ് നടത്തിയത് കൊണ്ട് ബാക്കി സീരിയസ് ആയിട്ടുള്ള ഫ്രോഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നതിനോ അതിലൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനോ ഒന്നും നിയമപരമായിട്ടൊരു തടസ്സവുമില്ല. ഇത് പങ്കെടുക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ആദ്യത്തെ സ്റ്റേജാണ്. അതിൽ ന്യായമായിട്ടും അതിൽ പങ്കെടുക്കുക. അതിൻ്റെ ബാക്കി ഇപ്പം അരവിന്ദ് കെജ്രിവാളൊക്കെ ഇന്ന് ട്വീറ്റ് ചെയ്തത് കണ്ടു. പക്ഷെ അദ്ദേഹവും ഇതുപോലെ തന്നെ ജയിലിൽ അടയ്ക്കപ്പെട്ടതാണ്. അദ്ദേഹത്തെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതേ രീതിയിൽ കേരളത്തിൽ നടന്നതുപോലെ ഒരു അക്രമം ഇപ്പം നാഷണൽ മീഡിയയിലൊക്കെ വന്നു കഴിഞ്ഞു. എങ്ങനെയാണ് കേരളത്തിൽ ആളുകൾ ഇത് ഭരണത്തിലില്ലായിരുന്നിട്ട് കൂടി ഇത് ED ഉദ്യോഗസ്ഥന്മാരെയൊക്കെ തടഞ്ഞു വെച്ചതെന്നൊക്കെയുള്ളത് ന്യൂസായി. ഇതുപോലെയല്ല ഇത് നേരിടേണ്ടത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നിയമപരമായിട്ടുള്ള സാധ്യതയിൽ ഇദ്ദേഹം പറയുന്ന ന്യായീകരണങ്ങൾക്ക്, അതായത് ഒരു അന്വേഷണം നടക്കുകയാണെങ്കിൽ അത് പങ്കെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഹൈക്കോടതിയാണ് ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. അതിൽ ശ്രീ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഭരണത്തിലേറിയ കോൺഗ്രസിനെ കുറ്റം പറയുന്നതിൽ യാതൊരു അർത്ഥവും കാണുന്നില്ല. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയാണ്. ഇതിൽ നിയമപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അതെന്താണ് ചെയ്യേണ്ടത്? കോടതി മുഖാന്തരം, കോടതിയിൽ ഇപ്പോൾ നേരത്തെയുള്ള വിധികൾ പുനഃപരിശോധിക്കണം, EDയുടെ ഇതിനകത്ത് പ്രൊസീജിയറലായിട്ട് കുറച്ചുകൂടെ ഫെയർനെസ് വരുത്തണം എന്നൊക്കെ പറഞ്ഞുള്ള കേസുകൾ നിൽക്കുന്നുണ്ട്. അത് നിയമപരമായിട്ടുള്ളൊരു വഴിയാണ്. പിന്നെ ഉള്ളത് ജനാധിപത്യപരമായ മാർഗത്തിലൂടെ ജനങ്ങളുടെ അടുത്ത് നിന്ന് വോട്ട് കിട്ടുക. ഈ രണ്ട് രീതിയിലല്ലാതെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, EDയുടെ പ്രവർത്തനങ്ങൾക്ക് ആർക്കെങ്കിലും അസ്വീകാര്യത ഉണ്ടെങ്കിൽ അതിനെ നേരിടാൻ വേറെ വഴിയില്ല. നിരത്തിലിറങ്ങി തടയുക എന്നുള്ളതല്ല. കാരണം അദ്ദേഹം പറയുന്നത് ന്യായമാണെങ്കിൽ കൂടി EDയുടെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിലാണ് എന്ന് പറയുകയാണെങ്കിൽ അതിനുള്ള പരിഹാരം എന്താണെന്ന് കൂടി പറയണം. പരിഹാരം എന്തായാലും നിരത്തിലിറങ്ങി തടയുക എന്നുള്ളതല്ല.
ശരി. നിയമപരമായിട്ട് ഹൈക്കോടതി പോയി ഹൈക്കോടതി തള്ളിക്കളഞ്ഞൊരു കേസാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്നതിലൊന്നും ഞാൻ കാണുന്നില്ല. അടുത്ത പടി എന്താണെന്ന് കൂടി അദ്ദേഹം വിശദീകരിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം നമ്മൾ മാതൃകയാക്കേണ്ട പൊതുപ്രവർത്തകരാണ്. മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്കാണോ ഇദ്ദേഹത്തെ ഇപ്പം ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്നുള്ള ചോദ്യം കൂടി ഉണ്ട്. തെളിവുകളൊന്നും ഇല്ലായിരിക്കും. ചിലപ്പോൾ എല്ലാ കേസുകളും തെളിയിക്കപ്പെടാറില്ല. കോടതിയിൽ പല കേസുകളും തെളിവില്ലാതെ പോകാറുണ്ട്. അപ്പം അന്വേഷണം നടക്കുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഫ്രോഡ് നടന്നിട്ടുണ്ടോ എന്നുള്ള ആ ഒരു പ്രാഥമികമായിട്ടുള്ള പരിഗണന വെച്ചിട്ടാണ് ഹൈക്കോടതി പോലും അത് തടയാൻ തക്കതായ കാരണങ്ങളൊന്നും കാണുന്നില്ല. ശരി, ശ്രീ എം പി രാജേഷ്, ഇപ്പോൾ അന്വേഷണങ്ങളിൽ കേന്ദ്ര രജിസ്റ്റർ അന്വേഷണങ്ങളിൽ പിണറായി വിജയൻ എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി ഉണ്ടോ എന്നൊരു ചോദ്യമാണല്ലോ ഉയരുന്നത്. വിവിധ നേതാക്കൾ ഇഡിക്ക് മുന്നായി പോയിട്ടുണ്ട്, മണിക്കൂറുകൾ ചോദ്യം ചെയ്യലിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഒരു കേസ് വരുമ്പോൾ സഹകരിക്കുമെന്നാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്, അന്വേഷണവുമായി സഹകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യം ചെയ്യലിന് ശേഷം പ്രവർത്തകരെ പുറത്ത് ഈ രൂപത്തിൽ എത്തിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണല്ലോ ഇപ്പോൾ അഭിഭാഷകൻ ആയ ഇപ്പോൾ നമ്മളൊരു അഭിഭാഷകൻ ചോദിച്ചത്. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നടന്നു നോക്കൂ. പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖലിയിൽ ഇഡിയുടെ ഉദ്യോഗസ്ഥർക്കെതിരെ നടന്ന ആക്രമണ കേസിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷെയ്ഖ് ഷാജഹാൻ ഇപ്പോൾ ജയിലിൽ തുടരുകയാണ്. ആക്രമണ കേസാണ്. അപ്പോൾ ഇതുവരെ ജാമ്യം ലഭിച്ചിട്ടില്ല എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ CPM-ലെ ഒരു 7-8 പേരുണ്ടെന്നാണല്ലോ പറയുന്നത്. ഇവരുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലാകുന്ന രൂപത്തിലേക്ക് ആ കേസ് മാറും. കാരണം അവിടെ കേന്ദ്രത്തിൽ നിന്ന് അന്വേഷണം വന്നിരിക്കുന്നു, ഇവിടെ ആരാണ് തടഞ്ഞത് തുടങ്ങിയ അന്വേഷണത്തിലേക്ക് വന്നിരിക്കുകയാണ്. ED ഉദ്യോഗസ്ഥർ മൊഴി നൽകുന്നു. അപ്പോൾ ഗൗരവത്തിലുള്ള മറ്റൊരു കേസായത് രൂപാന്തരം പ്രാപിക്കുകയാണ്. ശ്രീ എം പി രാജേഷ്, ഇവിടെ പറഞ്ഞ 3 അസത്യങ്ങൾ ഞാൻ ആദ്യം തുറന്നു കാണിക്കട്ടെ. അതിലൊന്ന്, ഞാൻ അവിടെ നടന്ന അക്രമത്തെ ന്യായീകരിച്ചു എന്ന് ശ്രീ പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞു. അദ്ദേഹം അല്പം ഇൻറ്റഗ്രിറ്റിയുള്ള ആളാണെന്നാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞത്. നിങ്ങളത് ഒന്നുകൂടി കാണിച്ചാൽ മതി ഞാൻ എന്താ പറഞ്ഞതെന്ന്. ആദ്യ വാചകം അക്രമം ഉണ്ടാകാൻ പാടില്ലായിരുന്നു, അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ്. അത് ന്യായീകരണമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു രോഗമാണ് എന്നേ പറയാനുള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞത് എന്താ, ആ ആക്രമണം ഉണ്ടായതിൻ്റെ ഉത്തരവാദിത്വം ഒന്നാമതായി ആൾക്കൂട്ടത്തിലേക്ക് ഈ വാഹനം തുറന്നുവിട്ട പോലീസിനും, പിന്നെ അപ്പോൾ തന്നെ ഈ ചാർജ്ഡ് അറ്റ്മോസ്ഫിയറിൽ അപ്പോൾ തന്നെ ഇറങ്ങി വരണം എന്ന് നിർബന്ധം പിടിച്ച ED ഉദ്യോഗസ്ഥർക്കുമാണ്. പിന്നെ ഇവിടെ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്ന ഒരു മഹത് വനിത, അവർ വളരെ മോശം ഭാഷയിൽ പിന്നെ അവിടെ സ്ഥിരതാമസമാക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ പ്രകോപനത്തിന് വഴങ്ങി മോശം ഭാഷയിൽ മറുപടി പറഞ്ഞ് തരംതാഴാനില്ല. പ്രേക്ഷകർ വിലയിരുത്തട്ടെ ആ ഭാഷയൊക്കെ. ഞാനവിടെ പറഞ്ഞത് 10 മിനിറ്റ് ആൾക്കൂട്ടത്തെ പിരിച്ചു വിട്ടിട്ട് ഇവർക്ക് വന്നാൽ മതിയായിരുന്നല്ലോ, ഈ സിറ്റുവേഷൻ ഒഴിവാക്കാമായിരുന്നു എന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ എന്തോ അക്രമം ഇപ്പോൾ CPM ആസൂത്രണം ചെയ്ത് നടപ്പാക്കി രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ വളരെ സമാധാനപരമായിട്ട് ഉള്ള പ്രതിഷേധമാണ് നടന്നത്. 2 വീഡിയോ ഞാനിപ്പോൾ അയച്ചു തരാം, നിങ്ങൾ കാണിക്കൂ. അസത്യം, നമ്മുടെ ഇന്നത്തെ കാലത്ത് ഏത് അസത്യവും പറഞ്ഞ് രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതരുത്. അതിലൊന്ന്, ബാംഗ്ലൂരിൽ ED ഓഫീസിൻ്റെ മുമ്പിൽ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് കാർ കത്തിക്കുന്നതിൻ്റേതാണ്. നിങ്ങൾ കാണിക്കൂ, അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കാം. ഇത് നിങ്ങൾ അറിയാത്തതുകൊണ്ടൊന്നും പറഞ്ഞതാവില്ലല്ലോ. രണ്ടാമത്തെ വീഡിയോ, ഡൽഹിയിൽ ED ആസ്ഥാനത്തിന് മുമ്പിൽ ടയറുകൾ കൂട്ടിയിട്ട് കോൺഗ്രസ്സുകാർ കത്തിക്കുന്നതാണ്. KC വേണുഗോപാൽ, ജയറാം രമേശ്, മനീഷ് തിവാരി ഉൾപ്പെടെയുള്ളവരെ ED ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതിന് അന്ന് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ചോദ്യം ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്തതിൻ്റെ വാർത്ത നിങ്ങൾക്ക് ഇപ്പോഴും ലഭ്യമാണ്. മുംബൈയിൽ ED ഓഫീസിൽ 3 ദിവസം തുടർച്ചയായിട്ട് ഉപരോധം നടത്തുകയാണ് കോൺഗ്രസ് ചെയ്തത്. ഇന്നത്തെ കാലത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ആരും പിടിക്കില്ല എന്നാണോ കരുതുന്നത്? അപ്പോൾ അന്ന് ഭയങ്കര സമാധാനമായിരുന്നു എന്നും ഇപ്പോൾ അക്രമം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയെന്നും പറയുകയാണ്. നിങ്ങളുടെ തന്നെ ദൃശ്യങ്ങളിലുണ്ട് ശിവൻകുട്ടിയും ജോയിയും അതുപോലെ കടകംപള്ളിയും ഒക്കെ എത്ര കഷ്ടപ്പെട്ടാണ് പലതവണ ആളുകളെ ശാന്തരാക്കാൻ ശ്രമിച്ചത് എന്നത്. അപ്പോൾ ആൾക്കൂട്ടമാണ് അവിടെ വന്നു ചേർന്നിട്ടുള്ളത്. ആ ആൾക്കൂട്ടത്തെ ഒന്നുകിൽ പിരിച്ചയച്ചിട്ട് വേണമായിരുന്നു അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ. ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കാൻ പാടില്ലായിരുന്നു. അതൊരു കോമൺ സെൻസാണ്. പോലീസിന് ആ കോമൺ സെൻസ് ഉണ്ടാവാത്തതാണോ അതോ ഇത്തരമൊരു സിറ്റുവേഷൻ ഉണ്ടായിക്കോട്ടെ എന്നവർ കരുതിയതാണോ? ശരി, ശ്രീ എം പി രാജേഷ്, ഒരു സംശയം അതൊന്ന് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ശ്രീ എം പി രാജേഷ്, വീടുകൾക്ക് മുന്നിൽ തന്നെ പ്രതിഷേധിക്കാമെന്ന തീരുമാനം നേതാക്കൾ എടുക്കുന്നതല്ലേ? അതിപ്പോൾ കണ്ണൂരിലെ വീട്ടിലും കണ്ടു, ഈ പറഞ്ഞ തിരുവനന്തപുരത്തെ വീട്ടിലും കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു പ്രതിഷേധം, ആദ്യം പ്രകടന പരിപാടികൾ ആലോചിക്കാൻ പ്രത്യേക സംസ്ഥാന സമിതി ചേരുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നതാണ്. പിന്നീട് ആ പ്രകടനം എന്നതിലപ്പുറം വീടുകൾക്ക് മുന്നിൽ തന്നെ പ്രതിഷേധിക്കാമെന്ന രൂപത്തിൽ നേതാക്കൾ തന്നെ അതിന് തുടക്കമിടുമ്പോൾ പിന്നീട് വരുന്ന അണികളെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവരെ ശാന്തരാക്കാൻ ആ ഘട്ടത്തിൽ കഴിഞ്ഞില്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? വീടുകൾക്ക് മുന്നിൽ തന്നെ ആ പ്രതിഷേധം നടത്തുന്നതിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ കുറച്ചിങ്ങനെയാകട്ടെ, ഈ രൂപത്തിൽ പോകട്ടെ എന്ന് നേതാക്കൾക്ക് തന്നെ ആലോചനയുണ്ടായിരുന്നു എന്നല്ലേ കരുതേണ്ടത്?
ഇതല്ലേ നമ്മൾ രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഈ ദൃശ്യങ്ങൾ. അന്വയിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടയിലും കുപ്പിയും ഹെൽമറ്റും ഒക്കെ വലിച്ചെറിയുന്നു, ചെരുപ്പ് വലിച്ചെറിയുന്നു, ഇതൊക്കെ നമ്മൾ കാണുകയാണ്. അത് നിങ്ങൾ ചില ദൃശ്യങ്ങളെ കണ്ടുള്ളൂ. അതാണ് സെലക്റ്റീവായിട്ടുള്ള കാഴ്ചയാണ്. അതാണല്ലോ പ്രശ്നം. സൗകര്യമുള്ള കാര്യങ്ങൾ കാണുകയും അസൗകര്യമുള്ളവ കാണാതിരിക്കുകയും ചെയ്യുന്നു. സൗകര്യമുള്ളത് പറയുകയും അസൗകര്യമുള്ളത് പറയാതിരിക്കുകയും ചെയ്യുന്നു. അവരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചത് നിങ്ങൾ കാണുന്നില്ല. കഠിനമായിട്ടുള്ള പരിശ്രമം നടത്തിയത് ആ സമയത്ത് ലൈവിൽ എല്ലാവരും കണ്ടതാണല്ലോ. ആ ദൃശ്യങ്ങൾ ഇപ്പോഴും ലഭ്യമാണല്ലോ. വീടുകളുടെ മുമ്പിലല്ലാതെ പിന്നെ നോക്കൂ, കടപ്പുറത്ത് പോയി പ്രതിഷേധിച്ചിട്ട് കാര്യമില്ലല്ലോ. വീടിന്റെ മുമ്പിലല്ലേ ഇത് നടക്കുന്നത്, അവിടെയല്ലേ പ്രതിഷേധിക്കുക. ED ഓഫീസിന്റെ മുമ്പിലല്ലേ സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്തപ്പോൾ കാറ് കത്തിച്ചത്, അല്ലേ? ഡൽഹിയിലെ ED ആസ്ഥാനത്തിന്റെ റോഡിലല്ലേ പ്രതിഷേധം പോകേണ്ടിരുന്നത്. അതെ, നിങ്ങൾ നിശ്ചയിക്കുന്ന സ്ഥലത്ത് ആവാം, അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. നോക്കൂ, നിങ്ങൾ നിശ്ചയിക്കുന്ന സ്ഥലത്ത് കാറ് കത്തിക്കാം എന്നാണല്ലോ പറഞ്ഞത്. അതന്നെ പറയുന്നത്. ഇവിടെ ഒരു കാറിന്റെ ചില്ല് പൊട്ടിയതാണ് വിഷയം. ഇവിടെ അല്ല, ഇപ്പോഴെങ്കിലും അത് സമ്മതിച്ചല്ലോ. ഇത്ര നേരം പറഞ്ഞത് എന്താ? അവിടെ വളരെ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു എന്നാണ്. എന്റെ കയ്യിൽ വീഡിയോ ഉണ്ടെന്ന് പറയുന്ന കാര്യം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. വീടിന് മുന്നിലേക്ക് പ്രതിഷേധം ആരംഭിച്ചത് ആരാണ്? മൂന്നാമത്തെ കാര്യം, ഇങ്ങനെ തടസ്സപ്പെടുത്തരുത്, മര്യാദയല്ല. നിങ്ങൾക്ക് സൗകര്യമുള്ള വാദം അവതരിപ്പിക്കുന്ന 3 പേരെ കൊണ്ടുവന്നിരുത്തുക. ഞാൻ സംസാരിക്കുമ്പോൾ തുടർച്ചയായിട്ട് ഇടപെടുക. ഇതൊരു മര്യാദയല്ല. ജനാധിപത്യം മര്യാദ ചർച്ചയിലും ബാധകമാണ്. ജനാധിപത്യമാണ് ഇവിടെ നടക്കുന്നത്. CPM, കോൺഗ്രസ്, BJP ഒരു അഭിഭാഷകൻ നോക്കൂ. CPM, കോൺഗ്രസ്, BJP അഭിഭാഷകൻ. ഇതാണ് ജനാധിപത്യം. ഏകപക്ഷീയമായിട്ട് നടത്തിയാൽ പോരെ? നോക്കൂ, അല്ല, ഇത് ജനാധിപത്യം പഠിപ്പിക്കരുത് ദയവ് ചെയ്തിട്ട്. എന്നാൽ നിങ്ങൾ ഏകപക്ഷീയമായി നടത്തിക്കോളൂന്നേ. എന്താണ് ഏകപക്ഷീയം? ചോദ്യങ്ങൾ എന്താണ് ഇത്ര അസഹിഷ്ണുത? ഭാഗം പറയാനുള്ള പറയാണല്ലോ ശ്രീ എം പി രാജേഷ്. എന്താണ് നിങ്ങൾ പറയാൻ സമ്മതിക്കാത്തതിലാണ്. ഇല്ല, അങ്ങ് പറയൂ. ഇത്ര അസഹിഷ്ണുത നല്ലതല്ല. എനിക്കില്ല അസഹിഷ്ണുത. അങ്ങ് പറയൂ. ഒരു ഉപചോദ്യം ചോദിച്ചതാണ്. പറഞ്ഞോളൂ, പ്ലീസ് പറഞ്ഞോളൂ. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് ഇത്രയും കാലമായിട്ട് പിണറായി വിജയനെ ചോദ്യം ചെയ്തില്ല എന്നാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്തില്ല, അതൊരു ഡീലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ അവരുടെ അറിവിലേക്ക് പറയാം, വസ്തുതകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വരുന്നത് നല്ലതാണ്. 2013 നാഷണൽ ഹെറാൾഡ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. സുബ്രഹ്മണ്യൻ സ്വാമി കോടതിയിൽ പോയി കോടതി ഉത്തരവോടുകൂടി കേസ് രജിസ്റ്റർ ചെയ്ത് 2013 എന്നാണ് രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ചോദ്യം ചെയ്തത്? 2022 2014 മോഡി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 8 വർഷം ചോദ്യം ചെയ്യാതിരുന്നത് എന്ത് ഡീലാന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. അല്ല, അത് ഡീൽ അല്ലാതിരിക്കുകയും ഇത് ഡീലാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? ചോദ്യം ചെയ്യാൻ വൈകി എന്നാണല്ലോ ഇപ്പോൾ നിങ്ങളുടെ ആക്ഷേപം. രാഹുൽ ഗാന്ധിയുടെ ആക്ഷേപം അതാണല്ലോ, അല്ലേ? ചോദ്യം ചെയ്യാൻ വൈകി. 8 വർഷം നിങ്ങൾ എങ്ങനെയാണ് ചോദ്യം ചെയ്യൽ ഒഴിവാക്കിയത്? എങ്ങനെയാണ്? അത് പറഞ്ഞാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ പറയരുത്, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വേണം സംസാരിക്കാൻ. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇപ്പോൾ നോക്കൂ, ഇന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കളെല്ലാം ഈ റെയ്ഡിനെ അപലപിച്ചു. MK സ്റ്റാലിൻ അപലപിക്കുക മാത്രമല്ല, രാഹുൽ ഗാന്ധിയെ വിമർശിക്കുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു കോൺഗ്രസ് BJP ഡീലാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. അത് പറയുന്നതിൽ വസ്തുതയുണ്ട്. കാരണം അവിടെ കേജ്രിവാളിനും മനോജ് സിസോദിയയ്ക്കുമെതിരെ പരാതി കൊടുത്തത് PCC അധ്യക്ഷൻ. ഇവിടെ ആരായിരുന്നു? ആദ്യം ഈ പ്രശ്നം ഉന്നയിച്ചയാൾ മാത്യു കുഴൽനാടൻ. അപ്പോൾ കോൺഗ്രസിന് ഒറ്റുകാരുടെ റോളാണ്, സംഘപരിവാറിൻ്റെ ഒറ്റുകാരുടെ റോളാണ്. 3 തേജസ്വി യാദവ്. ഇന്ന് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ. ഇവിടുത്തെ ഈ ED ന്യായീകരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, ED കേസിൽ പ്രതിയായ പണം കൈകൊണ്ട് വാങ്ങുന്നത് ക്യാമറയിൽ പിടിക്കപ്പെട്ടയാളെ ബംഗാളിലെ മുഖ്യമന്ത്രിയാക്കിയിട്ടുള്ള മോദിയും കേന്ദ്ര ഗവൺമെൻറ്റുമാണ് ഇങ്ങനെയുള്ള പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നത് എന്ന്. നോക്കൂ, കൈകൊണ്ട് പണം വാങ്ങുന്നത് ക്യാമറയിൽ വന്നതാണ്. സുവേന്ദു അധികാരി, അദ്ദേഹം ED കേസിൽ പ്രതിയായി. ED കേസിൽ പ്രതിയായപ്പോൾ BJPയിലേക്ക് കാലുമാറി, അപ്പോഴോ മുഖ്യമന്ത്രിയായി. അമരീന്ദർ സിംഗ്, അശോക് ചവാൻ, കോൺഗ്രസ് നേതാക്കളുടെ പട്ടിക വേണോ? ED കേസിൽ പ്രതിയായിട്ട് BJPയിലേക്ക് കാലുമാറിയവരുടെ എത്ര പേരുണ്ട്? 182 പേരുണ്ട്. ആ കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടില്ല. കാരണം എന്താണെന്നറിയോ? ഞങ്ങൾക്ക് ഈ BJPയോട് ഒത്തുതീർപ്പുണ്ടാക്കേണ്ട കാര്യമില്ല. ഒത്തുതീർപ്പുണ്ടാക്കുന്ന DNA കോൺഗ്രസിൻ്റെ DNA ആണ്. നീണ്ട പട്ടിക തരാം. മുൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ.
ഞങ്ങൾ ഇതിനെ നേരിടും എന്ന് അത് തന്നെയാണ് നേരിടാം. പക്ഷേ CMRL MD-യുമായിട്ട് എന്താണ് ഇടപാട് എന്നതിൽ വ്യക്തത വരുത്തി കഴിഞ്ഞാൽ ഈ ചോദ്യം വരില്ല എന്നുള്ളതാണ്. ഞാൻ ദീപ്തിയിലേക്ക് പോകുന്നു. ദീപ്തി, നിങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന നിരവധി ചോദ്യങ്ങൾ MP രാജേഷ് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ഇന്ററിം സെറ്റിൽ ബോർഡ് കണ്ടെടുത്ത പേജുകളിൽ കുറേ ചുരുക്കപ്പേരുകളുണ്ടല്ലോ, കുറേ നേതാക്കളുടെ. അത് KK എന്നത് കുഞ്ഞാലിക്കുട്ടിയാണ് എന്ന് CMRL ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. AG എന്നത് A ഗോവിന്ദൻ എന്നാണ് പറഞ്ഞിട്ടുണ്ട്. OC ഉമ്മൻചാണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. PV പിണറായി വിജയനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. IK ഇബ്രാഹിം കുഞ്ഞാണെന്ന് പറഞ്ഞിട്ടുണ്ട്. RC രമേശ് ചെന്നിത്തലയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പേരുകളിലേക്കും അന്വേഷണം പോകും എന്നുള്ള സൂചന കൂടി ED-യിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് CPM നേതാക്കളിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ്. അതിനു കൂടി മറുപടി. ഇവിടെ ഞാൻ രാജേഷിനെ ശ്രീ രാജേഷ് എന്ന് അഭിസംബോധന ചെയ്താണ് സംസാരിച്ചത്. അദ്ദേഹം എന്നെ വിളിച്ചത് മഹത് വനിത എന്നാണ്. ആ ഭാഷയിലെ പുച്ഛമൊക്കെ കേൾക്കുന്നവർ മനസ്സിലാക്കിക്കോട്ടെ. വനിതകളോട് സംസാരിക്കുമ്പോൾ അത്തരത്തിൽ സംസാരിച്ച് ശീലമുള്ളവർ അങ്ങനെ പറയുള്ളൂ. അത്രമാത്രമേ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. ഞാൻ ഈ കേസിനെ കുറിച്ചാണ് ആദ്യം മുതൽ തന്നെ പറയുന്നത്. സ്മൃതി, ഇതിൻ്റെ അകത്ത് കേസ് എന്താണ്? ഇതിൻ്റെ അകത്ത് വീണ വിജയനെതിരെയുള്ള കേസാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ വീണ്ടും അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റിനെ കുറിച്ചാണ് പരാമർശിച്ചത്. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുകയാണ് മണിക്കൂറുകളോളം. ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇവിടെ എന്താണ്? ഇവിടെ ഒരു സെർച്ച് മാത്രമാണ് നടന്നിരിക്കുന്നത്. അത് വീണയ്ക്കെതിരെയാണ്, മകൾക്കെതിരെ, മുൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള കേസിനാണ് ഇവിടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവര് എന്തിനാണ് ഇതിൻ്റെ അകത്ത് ഇത്രയധികം ബേജാറാവുന്നത്? ഈ വീണ വിജയന്റെ കേസ് എന്ന് പറയുന്നത് വളരെ വ്യക്തമായ കേസാണ്. അവർ അതിൻ്റെ അകത്ത് അനധികൃതമായി പണം കൈപ്പറ്റി എന്നുള്ളതിന് ആർക്കും യാതൊരു സംശയവുമില്ല. അത് അവർക്ക് തന്നെ ഈ നിമിഷം വരെ CPM-ന്റെ ഏതെങ്കിലും ഒരു നേതാവ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിരുന്ന മുൻ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആരെങ്കിലും ഇത് നിഷേധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എക്സാലോജിക്ക എന്ന കമ്പനി ഈ പണം വാങ്ങിയിട്ടില്ല എന്ന് ഈ നിമിഷം വരെ പറഞ്ഞിട്ട്? പോട്ടെ, ഇവിടെ ഇരിക്കുന്ന CPM-ന്റെ വക്താവിനത് പറയാൻ പറ്റുമോ? അതേ CPM-ന്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് അത് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അവർ പണം കൈപ്പറ്റിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അനധികൃതമായാണ് കൈപ്പറ്റിയത്. യഥാർത്ഥത്തിൽ എക്സാലോജിക്കിന്റെ പണി എന്താണ്? അവരിൻ്റെ അകത്തൊരു സർവീസ് പ്രൊവൈഡർ അല്ല. CMRL എന്ന് പറയുന്നത് ഈ കമ്പനി കരിമണൽ ഖനനമാണ് ചെയ്യുന്നത്. ആ കരിമണൽ ഖനനവും ഈ IT ഫീൽഡിലുള്ള എക്സാലോജിക് എന്ന കമ്പനിയുമായിട്ട് യാതൊരു തരത്തിലുള്ള സർവീസും പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ലെന്ന് കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാകും. ഇവിടെ ഞാൻ ഒരു കാര്യം ഞാനിപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ശബ്ദരേഖ പുറത്തു വന്നിരുന്നു മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ. അദ്ദേഹം പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്, ഈ കേരളത്തിൽ പ്രളയമുണ്ടായത് 2018 പ്രളയത്തിൽ എന്തുകൊണ്ടാണ് സ്പിൽവേ ഓപ്പൺ ചെയ്യാതിരുന്നത്? പിന്നെ ഈ കരിമണൽ കർത്താവിന്റെ കരിമണൽ ഖനനം നടത്തുന്ന ഈ സ്പിൽവേ ഓപ്പൺ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ പെരിങ്ങൽകുത്ത് ഡാം, പറമ്പിക്കുളം, മണിയാർ, തോട്ടപ്പള്ളി സ്പിൽവേ ഉൾപ്പെടെയുള്ളത്, ഇതൊക്കെ എന്തുകൊണ്ടാണ് തുറക്കാതിരുന്നതെന്നും അതെങ്ങനെയാണ് പ്രളയമായി എങ്ങനെയാണ് ജനങ്ങളെ ബാധിച്ചതെന്നും ഒക്കെയുള്ള ശബ്ദരേഖ പുറത്തു വന്നു. അതിൻ്റെയൊക്കെ അന്വേഷണം വരും ദിവസങ്ങളിൽ വരും. ആ ശബ്ദരേഖ കൃഷ്ണൻകുട്ടിയുടേത് തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല. അദ്ദേഹം അവിടെ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് പ്രളയം ഇത്ര രൂക്ഷമായതെന്നും അത് ആർക്ക് വേണ്ടിയാണ് ചെയ്തതെന്നും ഇവിടെ കരിമണൽ ഒഴുകിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് സ്പിൽവേ തുറക്കാതിരുന്നതെന്നും ഒക്കെ ഉള്ളത് ആ ശബ്ദരേഖയിൽ വ്യക്തമാണ്. അത് ഞാൻ പോട്ടെ, അത് ഇനി നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ അന്വേഷണ വിധേയമാകേണ്ട ഒരു കേസാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഈ പ്രളയം നടന്നപ്പോൾ ആ പ്രളയ ഫണ്ട് തട്ടിച്ച, അതേപോലെ തന്നെ രക്തസാക്ഷി ഫണ്ട് തട്ടിച്ച ആരാ പറഞ്ഞത്? ഇത് കോൺഗ്രസിന്റെ നേതാക്കന്മാരല്ലല്ലോ പറഞ്ഞത്, ഇവരുടെ തന്നെ CPM-ന്റെ നേതാവല്ലേ പറഞ്ഞത്, കുഞ്ഞികൃഷ്ണനല്ലേ പറഞ്ഞത്. അപ്പോ പ്രളയ ഫണ്ടും രക്തസാക്ഷി ഫണ്ടും ഒക്കെ തട്ടിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ഇവിടെ വന്നിരുന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യം പറയുന്നത്. ഇവിടെ താങ്കൾ ചോദിച്ചു രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഇനിഷ്യൽ കൊടുത്തിട്ടുണ്ടല്ലോ, അതിന്റെ ഷോർട്ട് ഫോം കൊടുത്തിട്ടുണ്ടല്ലോ എന്നുള്ളത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാ വ്യവസായ സംരംഭകർ അല്ലെങ്കിൽ കമ്പനികളോടോ വ്യവസായികളോടോ ഒക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ പണം വാങ്ങിക്കും, അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് വാങ്ങിക്കാറുണ്ട്. സാധാരണഗതിയിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്?
അതെ ഞാൻ പറയട്ടെ ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിപ്പോ ആരാണ് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. താങ്കൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ പണം വാങ്ങിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പിരിവ് വാങ്ങിച്ചു, അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് വാങ്ങിച്ചു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് പണം ആരെങ്കിലും കൊടുത്തു എന്നൊക്കെ പറയുന്ന ഒന്നും കേസല്ല. പക്ഷേ അനധികൃതമായി ചെയ്യാത്ത സർവീസിന് വേണ്ടി പണം വാങ്ങിക്കുന്നു, അത് മാസപ്പടിയായി വാങ്ങിക്കുന്നു എന്ന് പറയുന്നതാണ് വീണ വിജയനെതിരെയുള്ള കേസ്. അത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകളാണ് എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പൊ ഉണ്ടായ കേസ്, അവർക്കെതിരായി തടഞ്ഞു വെക്കപ്പെട്ട കേസ്, ഇക്കാലം അത്രയും അത് മുമ്പോട്ട് പോകാതിരുന്നു. ഇപ്പോൾ ഇതാ അന്വേഷണം സെർച്ചാണ് വന്നിരിക്കുന്നത്. ഇവിടെ ആരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല. ഇത്രത്തോളം വയലന്റ് ആകാൻ വേണ്ടി അവിടെ ആരുടെയെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തിയോ? അവിടെ CPM-ന്റെ നേക്കം. ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയാം. ഇത് കണ്ണടച്ചിരുട്ടാക്കലാണ്. അദ്ദേഹം വളരെ അച്ചടി ഭാഷയിൽ ഇവിടെ വന്നിരുന്ന് പറയുക ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും അവിടെ നേതൃത്വം കൊടുത്തത് CPM-ന്റെ നേതാക്കന്മാരാണ്. അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ്? അപ്പൊ ഇവർ പറയുന്നു പോലീസുകാർക്ക് കോമൺ സെൻസ് ഇല്ലെന്ന് പറയുന്നു സ്മൃതി. അങ്ങനെയാണെങ്കിൽ രാജേഷ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹം പറയുന്നത് ഇവിടെയുള്ള CPM-ന്റെ പ്രവർത്തകർ, അവിടെ കൂടിയ CPM പ്രവർത്തകർക്ക് കോമൺ സെൻസ് ഇല്ലെന്നാണോ അദ്ദേഹം പറയുന്നത്? പോലീസിന് കോമൺ സെൻസ് ഇല്ല. അവർ ഗേറ്റ് തുറന്നു കൊടുത്തു എന്നാ പറയുന്നത്. പുറത്തേക്ക് പോകാൻ അധികം നേരം കാത്തുനിന്നു. ആ കാത്തുനിൽപ്പിന് ശേഷമാണ് തുറന്നു കൊടുക്കുന്നത്. ആ തുറന്നു കൊടുക്കാൻ വേണ്ടി പോലീസ് അവിടെ ബന്ദോബസ്ത് ഉണ്ടാക്കുന്നുണ്ട്, അവരെ വകഞ്ഞു മാറ്റുന്നുണ്ട്, വണ്ടി പോകാനുള്ള ദീപ്തി, ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നു പോലീസ് എന്നുള്ളതാണ് കേട്ടോ. മാരകായുധങ്ങളുമായി ആക്രമിച്ചെന്ന മൊഴിയുണ്ട്. ED ഉദ്യോഗസ്ഥൻ ഡിക്സൺ ഡേവിസിന് പരിക്കുണ്ട്. നേതാക്കൾ ഉറപ്പു നൽകിയിട്ടാണ് പുറത്തിറങ്ങിയതെന്നാണ് ED ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിരിക്കുന്നത്. കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അവസാനമായി ശ്രീ MP രാജേഷ്, എങ്ങനെയാണ് ഇനി പ്രതിഷേധങ്ങളുടെ സ്വഭാവം? വരും ദിവസങ്ങളും പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണോ? ഇനിയും EDയുടെ അടുത്ത ഒരു നടപടി ഉണ്ടാകുമല്ലോ, അടുത്ത സമൻസ് നൽകി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനാകുന്നത്. അതവിടെ ഇരിക്കട്ടെ. അതിനു മുമ്പ് ഇവിടെ കേസിനെ കുറിച്ച് പറഞ്ഞല്ലോ, തെറ്റിദ്ധാരണാജനകമായ കാര്യം. പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം പറയരുത് എന്ന് സിനിമയിൽ പറഞ്ഞതുപോലെ തോറ്റ കേസിനെ കുറിച്ച് പറയരുത് എന്ന അങ്ങയുടെ നിർദ്ദേശം തൽക്കാലം എനിക്ക് അംഗീകരിക്കാൻ മാർഗമില്ല. കേസിൻ്റെ കണ്ടൻഷൻ എന്താ? മാത്യു കുഴൽനാടൻ്റെ ഇത് തന്നെയാണ്. 1.72 കോടി രൂപ ചെയ്യാത്ത സേവനത്തിന് വീണ കൈപ്പറ്റി എന്ന കേസുമായിട്ടാണ് വിജിലൻസ് കോടതിയെ സമീപിച്ചത്. പിന്നെ റിവിഷനുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. അപ്പോൾ രണ്ടും രണ്ട് കേസല്ല കേട്ടോ, ഒരേ കേസാണ്. കൈപ്പറ്റിയത് ഹൈക്കോടതി ഉത്തരവിലല്ലേ ഇന്ന് ED എത്തിയത്? കേൾക്കൂ, ഇത് ദയവായി അല്ലല്ല, അസത്യം പറഞ്ഞത് പൊളിയുമ്പോൾ അസഹിഷ്ണുത പാടില്ല. നോക്കൂ, ഇത് തന്നെയാണ് കേസ്. ഇത് തന്നെയാണ് കേസ്. എന്തായിരുന്നു കുഴൽനാടന്റെ വാദം? ഈ തുക കൈപ്പറ്റിയത് മുഖ്യമന്ത്രി CMRL നൽകിയ ഫേവറിനുള്ള പ്രതിഫലമാണ് എന്നാണ്. അപ്പം ഞാൻ ഇവിടെ ആ ഹൈക്കോടതി അത് കണ്ടെത്തിയ കാര്യം ഒന്ന് വായിക്കാം. അപ്പോൾ വസ്തുത രണ്ടും ഒന്നാണ്, രണ്ട് കേസല്ല. 63ാമത്തെ ഖണ്ഡികയിൽ ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു, ഇൻ ദ പ്രസന്റ് കേസ് ദ കംപ്ലൈനന്റ് കുഡ് ഓൺലി പ്ലേസ് certain materials highlighting suspicion based on the allegations in the complaint and not facts constituting the offense alleged. അതായത് ഇങ്ങനെ ഒരു ഒഫൻസ് നടന്നതിൻ്റെ ഒരു വസ്തുതയും ഹാജരാക്കാനായില്ല എന്ന്. ഏത് 1.72 കോടി അനധികൃതമായി കൈപ്പറ്റി എന്നതിന്. 64ാമത്തെ ഖണ്ഡികയിൽ ഹൈക്കോടതി പറയുന്നു, an unnecessary investigation or an inquiry into an offence under the Prevention of Corruption Act against a public servant based on such suspicion may cause a blemish on his career or reputation. അതായത് അദ്ദേഹത്തിൻ്റെ കരിയറിനും അന്തസ്സിനും കളങ്കമേൽപ്പിക്കുന്നതാണ് ഇതുപോലൊരു അനാവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ. ആരുടെ? മുഖ്യമന്ത്രിയുടെ. ആരാ പറഞ്ഞത്? ഹൈക്കോടതി. ഇവിടെ തെളിവ് എവിടെയുണ്ട്? മാത്യു കുഴൽനാടനോട് കോടതി പറഞ്ഞു രാഷ്ട്രീയ കളി കോടതിയിൽ വേണ്ട എന്ന്. അതൊക്കെ നമ്മൾ വലിയ തലക്കെട്ടുകളായി തന്നെ കൊടുത്താണ് ശ്രീ MP രാജേഷ്. ഇപ്പോഴത്തെ ED SFIO തെളിവുകളുമായിട്ടാണ് വരുന്നത്. ഇന്നലെ കോടതി വിധിയാണ് ഉദ്ധരിക്കുന്നതെങ്കിൽ ഇന്നലെ ബഹളമല്ലാതെ പ്രേക്ഷകർക്കെല്ലാം മനസ്സിലാവും ശ്രീ MP രാജേഷ്. ഞാൻ
ഞാൻ മുഴുവൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ഷീണമാവും, നിങ്ങൾ എക്സ്പോസ്ഡ് ആവും. അല്ല, അങ്ങ് അതുകൊണ്ട് expose നിങ്ങൾ എന്നെ ചെയ്തോളൂ. പറയാൻ അത് കുഴപ്പമില്ല. അനുവദിക്കാത്തത്. ശ്രീ എം പി ബാക്കി കൂടി രാജേഷ്, ഞാൻ പറഞ്ഞാൽ അങ്ങ് വ്യക്തിപരമായ ആക്രമണത്തിലേക്ക് കടക്കുന്നില്ല. എന്നാ എനിക്ക് ക്ഷമിക്കൂ. കുഴപ്പമില്ല, നിങ്ങളുടെ രീതിയാണത്. എനിക്കത് പ്രശ്നമല്ല. ശ്രീ എം പി രാജേഷ്, ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് തർക്കമില്ലാത്ത വിഷയമാണ് ക്ഷമ ആവർത്തിച്ച് കാണിക്കൂ. പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങ് തർക്കമില്ലെന്നേ, മാത്യു കുഴൽനാടന്റെ കാര്യത്തിൽ തർക്കമില്ലെന്നേ. അല്ല അതെ, അതിപ്പോ ഇപ്പൊ തർക്കമില്ലാതായല്ലോ. അല്ല, നേരത്തെ തർക്കമില്ല. തോറ്റ കേസ് എന്നാണ് ഞാൻ പറഞ്ഞത്. മാത്യു കുഴൽനാടൻ തോറ്റ കേസ് എന്നാണ് ഞാൻ പറഞ്ഞത്. മാത്യു കുഴൽനാടൻ ഒരു കാര്യമില്ലാണ്ട്, ഒരു തെളിവില്ലാണ്ട് കോടതി പോയി. ഇഡി അന്വേഷണം തുടങ്ങിയ ശേഷമാണ് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കോടതി പോയത്. ആ കേസിനെ ദുർബലമാക്കാനാണ് സംശയിക്കാം. ഒച്ച വെക്കാൻ എന്തിനാ? ഒച്ച വെക്കല്ല, ഞാൻ പറയുന്നത്. കയ്യിൽ വസ്തുതകൾ ഇല്ലാത്തവരാണ് കൂടുതൽ ബഹളം ഉണ്ടാക്കുക. ഞാൻ വസ്തുതയല്ലേ പറഞ്ഞത്, അങ്ങ് പറഞ്ഞതോട് ആഡ് ചെയ്തിട്ടല്ലേ ഞാൻ പറഞ്ഞത്. കേസ് എന്തായിരുന്നു? 1.72 കോടി മുഖ്യമന്ത്രിയുടെ മകൾ അനധികൃതമായി സ്വന്തമാക്കി CMRL നിന്ന് എന്ന കേസാണല്ലോ മാത്യു കുഴൽനാടനും ഇപ്പോൾ ഇഡിക്കുമുള്ളത്. അതെ, പക്ഷേ മാത്യു കുഴൽനാടനോട് കോടതി തെളിവ് ചോദിക്കുന്നു അല്ലേ ശ്രീ എം പി രാജേഷ്? തെളിവില്ല മാത്യു കുഴൽനാടന്റെ പക്കൽ. സത്യമാണല്ലോ, ഇല്ല, തെളിവില്ലായിരുന്നു മാത്യു കുഴൽനാടന്റെ പക്കൽ. കോടതി അതുകൊണ്ട് രാഷ്ട്രീയ കളിമഴി ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. നമുക്കറിയാം ആ കാര്യം. ഇഡി അന്വേഷണം അവിടെ നടക്കുമ്പോഴാണ് മാത്യു കുഴൽനാടൻ കോടതിയിലേക്ക് പോയത്. അല്ല, 2 കൊല്ലമായിട്ട് ഇഡിക്ക് തെളിവുണ്ടായോ? 2 കൊല്ലമായിട്ട് ഇഡിക്ക് തെളിവുണ്ടായോ? എഗ്രിമെന്റിന്റെ അത് എന്നിട്ട് ഇന്ന് എന്താ കിട്ടിയത്? സ്വാഗതം ചെയ്യുന്ന ഒരു വസ്തു പറയുക, അന്വേഷണം അവരുടെ രീതിക്ക് പോകുമ്പോൾ നിങ്ങൾ അതിനെ തടയുന്ന രീതിയിൽ മുട്ടുകാൽ കല്ലിയൊടിക്കുമെന്ന് പറയുക, അത് എത്രത്തോളം ശരിയാണെന്ന് ചോദ്യം അവിടെയുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ നീക്കത്തിൽ ഞാൻ അങ്ങയോട് യോജിക്കുന്നു. ഇങ്ങനെയാണോ അതിന്റെ അന്വേഷണം? ഈ പറയുന്ന 12 ഇടത്ത് റെയ്ഡ് നടത്തിക്കൊണ്ട് ഒരു നാടകീയത സൃഷ്ടിക്കണോ എന്നതിന് ഞാൻ അങ്ങയോട് യോജിക്കുന്നു. പക്ഷെ പറയരുതെന്ന നിർബന്ധം അങ്ങേക്കുണ്ട്. ഞാൻ ബാക്കി പറയരുതെന്ന് നിർബന്ധം നേരത്തെ പറഞ്ഞതിന് ആവർത്തിക്കുന്നതുകൊണ്ടാണ്, സമയക്കുറവ് കൂടിയുള്ളതാണ്. പറഞ്ഞു പൂർത്തിയാക്കരുത്. ശരി, പൂർത്തിയാക്കും. അല്ലെന്ന് നേരത്തെ പറഞ്ഞതല്ല, നേരത്തെ പറഞ്ഞതല്ല. ഞാനിവിടെ പറയുന്ന കാര്യം എന്താ? ഒന്ന്, ഒരു എഗ്രിമെന്റ് പ്രകാരം ഒരു സേവനത്തിനാണ് പ്രതിഫലം വാങ്ങിയത്. ആ വാങ്ങിയ പ്രതിഫലത്തിന് ബാങ്ക് വഴിയാണ് പ്രതിഫലം വാങ്ങിയത്. 2, ബാങ്ക് വഴി അല്ലാതായിരുന്നു ആദ്യത്തെ വാദം. അത് പൊളിഞ്ഞു, ബാങ്ക് വഴിയാണ്. അപ്പോൾ പറഞ്ഞു GST അടച്ചിട്ടില്ല എന്ന്. അപ്പോൾ GST അടച്ചു. പിന്നെ പറഞ്ഞു IGST അടച്ചിട്ടില്ല. IGST അടച്ചതിൻ്റെയും രേഖകൾ വന്നു. പിന്നെ ടാക്സ് TDS പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, കൈക്കൂലി അല്ലെങ്കിൽ അഴിമതി ആരെങ്കിലും ബാങ്ക് വഴി നികുതി അടച്ച് TDS പിടിച്ച് നടത്തും എന്ന് പറയുന്നത് കോമൺ സെൻസ് ഉള്ള ആളുകൾ വിശ്വസിക്കുന്നതാണോ? അതാണ് ചോദ്യം. അതുകൊണ്ടാണ് ഇതൊരു പൊളിഞ്ഞ കേസാണ് എന്നും ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കലിന് ED 3 കോടതികൾ തള്ളിയതുമായിട്ട് വീണ്ടും വരികയാണ് എന്നും പറഞ്ഞു. ഓക്കെ, ഇന്നലെ കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെയാണോ വരേണ്ടത് എന്ന ചോദ്യം അങ്ങേപോലെ എനിക്കും ആ ചോദ്യമുണ്ട്. പക്ഷേ ഇഡി അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കാം. ശ്രീ എം പി രാജേഷ്, എന്ത് സർവീസാണ് കൊടുത്തത്? സർവീസ് പ്രൊവൈഡർ അല്ലാത്ത IT ഫീൽഡിലുള്ള സംവിധാനം എന്ത് സർവീസാണ് കൊടുത്തത്? അതിനുശേഷം ഈ കേസിന് ശേഷം ഈ സ്ഥാപനം തന്നെ അടച്ചുപൂട്ടിയത് എന്തിനാണ്? ഇത്രയും സർവീസ് നൽകുന്ന ഒരു സ്ഥാപനം അടച്ചുപൂട്ടിയത് എന്തിനാണെന്ന ചോദ്യവും ജനം ചോദിക്കുന്നുണ്ട്. അങ്ങ് ചോദിക്കുന്ന ഈ ജനം ചോദിക്കുന്ന ചോദ്യങ്ങളിൽ അതുകൂടി ഉൾപ്പെടുന്നുണ്ട്. ശ്രീ എം പി രാജേഷ്, അതെ, അത് നമ്മൾ നോക്കണം. ഇഡിയുടെ കേന്ദ്രത്തിന്റെ ആയുധമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെ ചെറുക്കേണ്ടതാണ്. നമ്മൾ എല്ലാവരും ചെറുക്കേണ്ടതാണ്. ശരി, അതെ, ശരി, നമുക്ക് അടുത്ത ദിവസം ഞാൻ ഈ കേസിൽ ഇഡിക്കൊപ്പമാണെന്ന് അങ്ങ് കരുതണ്ട കേട്ടോ. എനിക്ക് ചോദിക്കാനുള്ള ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ നന്ദി ശ്രീ എം പി രാജേഷ്. ദീപ്തി മേരി വർഗീസ്, അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, ഒപ്പം ഇന്നലത്തെ കോടതി വിധിയെപ്പറ്റി അദ്ദേഹം ഒന്നും സമയമില്ലാത്തതുകൊണ്ടാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.